അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ശ്രീ. അപ്പൊ കറണ്ട് ബില്ല് ഇവിടെ കുറച്ച് കറണ്ട് ബില്ല് കൂടുതലാടാ, ഇവിടെ കുറച്ച് കറണ്ട് ബില്ല് കൂടുതലാ. അപ്പൊ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. സെമീറിന്റെ വീഡിയോ ആ യൂണിവേഴ്സിനെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. ആ യൂണിവേഴ്സ് വേറെ യൂണിവേഴ്സാണ്. അത് മൂത്രം ടെസ്റ്റ് ചെയ്യുന്നു, മലം ടെസ്റ്റ് ചെയ്യുന്നു, അത് വേറെ യൂണിവേഴ്സ്. അതിനെ പറ്റി എനിക്ക് സംസാരിക്കില്ല. നമ്മളായിട്ട് ബന്ധമില്ലാത്ത നമ്മളോട് യാതൊരു ബന്ധമില്ലാത്ത യൂണിവേഴ്സാണ്. അത് വിട്ടുതരാം. അവര് വേറെ വഴിക്ക് പോയി കൈസ്, അവര് വേറെ വഴിക്ക് പോയി. ഇത് അതിൽ നിന്നൊക്കെ നമ്മൾ റിക്കവർ ആയി വന്നു. ഇത് വേറെ യൂണിവേഴ്സ്. അപ്പൊ മെയിനായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും വയ്യ. ഞാൻ മെഡിസിനേറ്റഡാ, അതേപോലെ കിറങ്ങിയിരിക്കുക ഞാൻ. അതുകൊണ്ടാണ് ഷോർട്ട് സ്ട്രീം ആയിട്ട് ഇട്ടത്. അപ്പോൾ മെയിനായിട്ട് അസൻസിയോ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ വി സിയിലോട്ട് പോയി ബ്രാവോയും കൂടെ വരുത്തി പറയണോ? അതായിരിക്കുമല്ലോ നല്ലത്. കാരണം ബ്രാവോയ്ക്കും കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഉള്ള കാര്യമല്ലേ. അപ്പോൾ പണ്ടാരം ശ്വാസം മുട്ടിട്ട് വയ്യ എനിക്ക്. ബ്രാവോ വി സിയിലുണ്ടോന്ന് അറിഞ്ഞൂടാ. ബ്രാവോ വി സിയിലോട്ട് വരുന്നത് ഇന്ന് സൂസന്റെ ബർത്ത്ഡേ. ഇന്ന് സൂസന്റെ ബർത്ത്ഡേ, ഇന്ന് SRKയുടെ ബർത്ത്ഡേ, ഇന്ന് 2-3 പേരുടെ ബർത്ത്ഡേ. അപ്പൊ എല്ലാവർക്കും എന്താ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഫിയർ, TV വേണം, ഫാൻസ്. എടാ നിന്റെയൊക്കെ ഫിയർ. എടാ ബ്രോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എങ്ങനെയാ ഇങ്ങനെ പറയാൻ പറ്റണടാ? എടാ നീയൊക്കെ ഇതിലും നല്ല ആൾക്കാരുണ്ടായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നീയൊക്കെ ഇപ്പൊ വലിച്ചു കയറ്റാൻ വരുന്നവന്മാര് കഴിഞ്ഞ 7 മാസമായിട്ട് ഞങ്ങളെ പേടിച്ച് സിറ്റി കയറാത്തവന്മാരാ. സിറ്റി കയറിയില്ല, ടർഫ് മാത്രം കളിച്ചിട്ട് പോണവന്മാരാ. 2 എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിനെ പറ്റി പറയാം. അവന്മാരെ തല്ലി ഞങ്ങൾ മടുത്ത്. പിന്നെ ആരെയാ പേടി ബ്രോ? ആരെയാ പേടി? ചില്ല അങ്ങനൊന്നും പറയണ്ട, അത്രയൊന്നും ചിന്തിക്കണ്ട. എനിക്ക് അത്ര ബുദ്ധിയുള്ളൂ. എടുത്തോണ്ട് പോയി ബ്രോ ആരെ എടുത്തോണ്ട് പോയി? അപ്പൊ അവിടെ വേറെ പറഞ്ഞോണ്ടിരിക്കട്ടെ. പിന്നെ കുറച്ച് വഴി ആൾക്കാര് സ്റ്റേഷൻ പരിധിയിലൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറഞ്ഞു വരാൻ ഒരുപാടുണ്ട്. ചില്ല ഞാനത് പറയാം. എടാ നീയൊക്കെ ഇപ്പൊ ഇവിടെ വന്ന് എന്നെ പോടാ താ കൂട്ടി വിളിക്കണവന്മാരൊക്കെ എന്ത് ചെയ്തിട്ടിരിക്കുന്നവന്മാരാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജസ്റ്റ് അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞു തുടങ്ങാം. സോ അസൻസിയോയുടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് TVL നമുക്ക് ആള് വേണ്ടാതിരുന്ന സമയത്ത് എടുത്ത ഒരു റിക്രൂട്ട്മെന്റ്. മനസ്സിലായോ? അതായത് നമുക്ക് ആൾക്കാർ ഓൾറെഡി ടോട്ടലി ഫിൽഡ് ഔട്ട് ആയിട്ടിരുന്ന സമയത്ത് T47 സ്പ്ലിറ്റപ്പ് ആയ സമയത്ത് കുറച്ച് പ്ലേയേഴ്സിനെ KVL എടുത്ത സമയത്ത് അസൻസിയോ അവിടെ കളിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പം ബ്രാവോ എൻ്റെ അടുത്ത് ഒരു നല്ല പ്ലെയർ, അവനെ ഞാൻ ഇതിനു മുമ്പ് ഇത് അങ്ങനെ വേണമെങ്കിലും മറ്റേ ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. പക്ഷെ എൻ്റെ പഴയ ക്ലിപ്പുകൾ എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒരുപാട് വട്ടം T47 ഗ്യാങ് എന്നുള്ള രീതിയിൽ അവരെ ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിൽ കുറച്ച് ആൾക്കാരെടുത്തായിരുന്നു പ്രശ്നം. അവരെ ഞാൻ ഇപ്പോഴും കണ്ടീന്ന് തന്നെ പറയുള്ളൂ. മനസ്സിലായ? അത് ഒരു മാറ്റവും ഇല്ല. ആസ് എ ഗ്യാങ് അവരൊരു നല്ല ഗൺ പവർ പൊട്ടൻഷ്യൽ ഉള്ള ഗ്യാങ് ആണ്. മനസ്സിലായ? അത് ഞാൻ ഒരുപാട് വട്ടം ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ അപ്പാപ്പൻ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതില് അസൻസിയോ എന്ന് പറയുന്നത് നല്ലൊരു അസറ്റ് ആയിരിക്കും. വേണമെങ്കിൽ അവനെ നമുക്ക് കൊണ്ടുവരാം. ഈ പറയണത് പോലെ അവനിപ്പോ ഗ്യാങ്ങിലൊന്നും കളിക്കാതെ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങള് ഇതുപോലെ അപ്പാപ്പൻ എൻ്റെ അടുത്ത് ഇങ്ങനെ റെക്കമെൻഡേഷൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കഴിഞ്ഞപ്പം നീലിന്റെ അടുത്താണ് ഇത് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അസൻസിയോ അടുത്ത് ചോദിച്ചു. അസൻസിയോ അടുത്ത് ഇതുപോലെ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞ് അസൻസിയോയും വേറെ ആരായിരുന്നു ഒരു പേരുടെ ഉണ്ടല്ലോ, പെയിനെയും കൂടെ ഒരുമിച്ച് എടുക്കാവോന്ന്. അന്നേരം ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 സ്ലോട്ട് ഇല്ല. ഒന്നാമത് ഇപ്പൊ ഇവിടെ ഒരു റിക്രൂട്ട്മെന്റ്, പിന്നെ അപ്പാപ്പൻ നല്ലൊരു അഡീഷൻ ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് കൺസിഡർ ചെയ്യാം, പിന്നെ മാറ്റി ഇടാമെന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാണ് നമ്മൾ ഇതാക്കി. അപ്പൊ ഞാൻ പറഞ്ഞ 2 പേരെ എടുക്കാനുള്ളതില്ലെന്ന്. പിന്നെന്താ ഓവനും പെയിനും ഒന്നാണോ? അല്ലല്ല, ആദ്യം ചോദിച്ചത് അതാണ്. അപ്പൊ പിന്നീട് ഓവൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അവനെയും കൂടെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു.
അപ്പൊ കൺവിൻസിന് എസ് അല്ല സി. അത് പോയിട്ട് ഈ രാത്രിയിൽ കണ്ണവന്മാർക്ക് വേണ്ടിട്ട് ഇരുന്ന് ഈ മറ്റേ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് സ്കൂളിൽ പോണം, മനസ്സിലായ? സ്കൂളിൽ പോയതിന് വന്നതിന് ശേഷം ആദ്യം പഠിത്തം പിന്നെ കണ്ടുപിടുത്തം. ഓക്കെ, ബാക്കി പറയാം. അപ്പൊ മറ്റേ ഇവനെയും കൂടെ കൊണ്ടുവന്നു, ഓവനെ കൂടെ കൊണ്ടുവന്ന് രണ്ടുപേരെയും കൂടെ നമ്മൾ ആദ്യം റിക്രൂട്ട് ചെയ്യാന്ന് ഇതാക്കി. ഓക്കെ, ഫൈനലൈസ് ചെയ്ത് നമ്മൾ ഈ പറയണത് പോലെ റിക്രൂട്ട്മെന്റ് എടുക്കാം എന്നുള്ള രീതിയിലായപ്പോഴത്തേക്കിന് ഓവൻ എന്തോ കൂട്ടുകാരെല്ലാവരും ഉള്ളിടത്തേ കളിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. വാവ് കോമഡി. ഓ, നിനക്ക് ചിരി വരണമെങ്കിൽ ഷെഡിക്കകത്ത് നൂഡിൽസ് ഇടണമല്ലോ. ഞാൻ ഇപ്പൊ അടുപ്പത്ത് രൂപാത്തം വെച്ചിട്ടുണ്ട്, ഇപ്പൊ വരാം. എല്ലാത്തിനും സമയത്ത് നിനക്ക് ചിരി വരാനുള്ള കോമഡി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറക്കാം, വരാം. അപ്പൊ ഇതായിരുന്നു സംഭവം. അപ്പൊ ഓവന് ഈ പറയണത് പോലെ അവിടെ കളിക്കുക, കൂട്ടുകാരൊക്കെ അവിടെയാണ്, അതുകൊണ്ട് കൂട്ടുകാരുടെ കൂടെ പോയി കളിക്കാം എന്നുള്ള രീതിയിൽ അവിടെ പോയി KVക്കകത്ത് കയറുവാണെന്ന് പറഞ്ഞു. അപ്പൊ KVക്കകത്ത് കയറി അവരുടെ കൂട്ടത്തിൽ പോവാ എന്നുള്ളൊരു സംഭവം പറഞ്ഞു. അപ്പൊ അസൻസിയോ വീണ്ടും ഒറ്റയ്ക്കായി. അപ്പൊ അവൻ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഭയങ്കര ഡബിൾ മൈൻഡഡ് ആണ്, മറ്റേ അതാണ് എന്നുള്ള കാര്യമെല്ലാം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ റാവോടും പറഞ്ഞു, ഞാൻ അവനോടും പറഞ്ഞു, നീലിനോടും പറഞ്ഞ് നമുക്ക് നിർബന്ധിച്ച് കയറ്റേണ്ട ആവശ്യമില്ല, അവന് താല്പര്യം ഉണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന കാര്യം. അപ്പോൾ അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് നാളെ തന്നെ 25 ലക്ഷം രൂപയുടെ ബൂട്ട് ക്യാമ്പ് വാടകയ്ക്ക് എടുത്ത് 10,000 റെന്റ് കൊടുക്കാം, 50 പേർക്ക് PC, 2 പേർക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് പൊതിച്ചോറ് എന്നൊന്നും ഞാൻ ഒരാളുടെ അടുത്തും വാഗ്ദാനം കൊടുത്തിട്ടില്ല. അങ്ങനെ വാഗ്ദാനം കൊടുക്കേണ്ട ഗതികേട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, മനസ്സിലായോ? കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ അസൻഷ്യയുടെ അടുത്ത് കോളിൽ ക്ലിയർ ആയിട്ട് ഇന്ന് ഞാൻ അവനെ വിളിച്ച്, എനിക്കറിയാം ഇതൊക്കെ എങ്ങനെയൊക്കെ തിരിയുമെന്ന്, അതുകൊണ്ട് ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ വീഡിയോ ഇട്ടിരിപ്പുണ്ട്, അത് അവൻ ഇതിന് റിപ്ലൈ പറയുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അസൻഷ്യ ഞങ്ങൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അസൻഷ്യോട് പറഞ്ഞു, അസൻഷ്യോ ഞങ്ങൾക്ക് PC ഒന്നും മേടിച്ചു തരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല. ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഇതുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നീല് അവൻ ഇവിടെ കയറി സ്ട്രീം ചെയ്തു, അവന് വേണ്ടുന്ന PC എടുത്തു. അതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഓഡിയൻസ് കാണാൻ വരും, കിക്ക് പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ നിനക്ക് സ്ട്രീം ചെയ്യണമെങ്കിൽ സ്ട്രീം ചെയ്യാം. അതാണ് TVക്ക് തരാൻ പറ്റുന്ന ഏക കാര്യം എന്ന് അന്നും ഇന്നും ഞാൻ വരുന്ന പ്ലേയേഴ്സിനോടെല്ലാം ഇതാണ്, മനസ്സിലായോ? സ്വന്തമായിട്ട് ഏൺ ചെയ്യുക, അതാണ് കാര്യം, അതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതാണ്, അല്ലാതെ വരുമ്പോഴേ PC കൊടുക്കുക ഇതല്ല. ഇത് എന്റർടൈൻ ചെയ്യാൻ നമുക്ക് അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യം നമുക്കിപ്പോ തല്ലുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെയും ബൈ ചെയ്ത ആൾക്കാരെ കൊണ്ടുവരാൻ ഉള്ള ഇത് കാണും. പക്ഷെ നമുക്ക് അന്താരാഷ്ട്ര ലീഗ് കളിക്കാൻ പോകണ്ടേ PC ഒക്കെ അതാ ഞാൻ പറഞ്ഞത്, PC ഒക്കെ കൊടുത്ത് മറ്റേ ഇതൊക്കെ മേടിച്ച് അങ്ങനെ. എടാ, നമ്മുടെ ഇവിടെ വന്ന് ഹാർഡ് വർക്ക് ചെയ്തവർക്കാണ് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇവരെയൊക്കെ എത്ര നാളായിട്ട് TV കാണുന്നത്? ഇപ്പൊ ഈ റീസെന്റ് നമ്മൾ എത്രയാണ് 8-9 PC, ഈ 9 PC ഒക്കെ ഇവർക്ക് കിട്ടിയത് എപ്പോഴാ? ഇത്രയും കാലം വന്നിരുന്ന് സ്ട്രീം ചെയ്തിട്ട്, അല്ലാതെ നേരെ വന്നിട്ട് ഞാൻ PC മേടിച്ചു തരാം, വീട്ടിൽ കറണ്ട് ബിൽ അടച്ചു തരാം, അങ്ങനെയല്ല. അതിന്റെ അത് വർക്കാവണതേ അങ്ങനല്ല. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു സാധനമാണ്. അപ്പൊ ഞങ്ങൾ അസൻഷ്യോടെ അടുത്തും ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ഇതാണടാ കാര്യം എന്ന് പറഞ്ഞു. ഓക്കെ, അസൻഷ്യോ നമ്മൾ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രിയിൽ വിളിച്ചിട്ട് ഇതുപോലെ ഡബിൾ മൈൻഡാ അതാന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്നേരം തന്നെ പറഞ്ഞായിരുന്നു നീലിന്റെ അടുത്ത്, എടാ ഞാൻ നീലുണ്ടോ ഇവിടെ? ഞാൻ നിന്റെ അടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, അന്നും പറഞ്ഞ കാര്യമാണ്. അവന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കളിപ്പിച്ചു, അത് നിർബന്ധിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. ഞാനിത് അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യമോ, കാരണം അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല ഗൈസ്. ഒരു സിനർജി ഇല്ലാതെ ഇത് കളിച്ചിട്ട് ഒരു കാര്യമില്ല. അതായത് അവൻ ബുദ്ധിമുട്ടി ആർക്കോ വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കൂല. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അസൻഷ്യോ ഓരോ ദിവസവും ഈ പറയണത് പോലെ ഇവിടെ വന്ന് VCയിൽ വന്നു കഴിഞ്ഞാൽ മെമ്പേഴ്സിന്റെ കൂടെ മ്യൂട്ട് ചെയ്തിരിക്കും, ഒരാളോട് സംസാരിക്കൂല. ഇത് കുറെ പേര് മൾട്ടിപ്പിൾ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയാൻ തുടങ്ങി. അപ്പൊ അതായത് നമ്മുടെ മെമ്പേഴ്സ് അങ്ങനല്ല. നിങ്ങൾ ഇവിടെ ഒരു റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ എ വീക്ക് അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു പ്ലെയർ കുറച്ചുകൂടെ ആക്റ്റീവായി സംസാരിച്ചൊക്കെ തുടങ്ങും. അസൻഷ്യോ ഞങ്ങൾ ആകെ സംസാരിക്കുന്നത് അവന്റെ ലൈവിൽ മാത്രമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. നമ്മളുമായിട്ട് യാതൊരു ഇത് ഹെയ്റ്റ് അല്ലേ ഗൈസ്, അവൻ്റെ അടുത്ത് ഹെയ്റ്റ് പറയുമല്ല. അവനൊരു ഇൻട്രോവേർട്ട് പോലത്തെ സെറ്റപ്പ്, അവനൊരു കംഫർട്ടബിൾ സോൺ ഇവിടെ തോന്നിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അതായത് നമ്മുടെ അടുത്ത് അവൻ ആ ഒരു കംഫർട്ടബിൾ സോൺ തോന്നിയില്ല. അവൻ ഭയങ്കര ഇതായിട്ട് മിണ്ടാതെ ഇരിക്കുമായിരുന്നു, ആരടുത്തും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, ഒന്നുമില്ല, ഇങ്ങനത്തെ രീതിയായി. അപ്പോഴത്തേക്കിന് ഞാൻ ഒരു ദിവസം അസൻഷ്യോ വിളിച്ചിട്ട് പറഞ്ഞു, അസൻഷ്യോ ഇത് എടാ കുറച്ചും കൂടി ഇതായിട്ട് ആക്റ്റീവായിട്ട് ഒക്കെ നിൽക്കുക, എല്ലാവരുമായിട്ടൊന്ന് നീ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇന്ററാക്ട് ചെയ്താൽ ശരിയാവും എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, മനസ്സിലായോ? ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ആക്കി ഇത് കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു ദിവസം നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ വേറെ
ഗ്യാങ്ങുകൾ അല്ലെങ്കിൽ വേറെ ആൾക്കാർ പർച്ചേസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഞാനായിട്ട് ഈ ഗ്യാങ്ങിൽ നിന്ന് എടുത്ത് മാറ്റിയതാണ് അസെൻഷ്യോ. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതായത് എനിക്ക് കുറച്ച് ദിവസം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ KVയിലുള്ള കുറച്ച് പ്ലേയേഴ്സ് പോകുമെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. അതിനൊരു കാരണമുണ്ട്. അത് ഇവന്മാര് പറഞ്ഞായിരുന്നു, ദാമു കളി നിർത്തിപ്പോയി, അതുകൊണ്ട് ദാമു കളി നിർത്തി പോയത് കൊണ്ട് നമ്മൾ കളിക്കുവാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. മനസ്സിലായോ? എല്ലാവരും ഒരുമിച്ചേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഏകദേശം കാര്യം പിടികിട്ടി. KVയിലെ പ്ലേയേഴ്സ് ഇറങ്ങുവാണ്, ദാമു തിരിച്ചു വരുന്നു. അപ്പോൾ എന്തായാലും ഒബ്വിയസ്ലി ഇവനും പോകും. അപ്പൊ ഞാൻ നേരെ പോയി അസംഷൻ എടുത്ത് ഞാൻ ബ്രാവോ എടുത്ത് പറഞ്ഞു, ബ്രാവോ എങ്ങനെയാണ് അവൻ ഇവിടെ കളിക്കാൻ താല്പര്യമുണ്ടോ? കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്നിട്ട് നാളെ ഗ്യാങ്, അതായത് ഏതോ ഒരു ഗ്യാങ് ഇന്ന് ഫോം ആയിരുന്നായിരുന്നല്ലോ, ആ ഗ്യാങ് ഫോം ആവുന്ന സമയത്ത് ഇറങ്ങി പോവുക എന്നുള്ള പരിപാടി നടക്കത്തില്ല. അത് വേണ്ടാന്ന് പറഞ്ഞ് അവന് പോണെങ്കിൽ ഇപ്പൊ പോവാം, അല്ലാതെ ഇവിടുന്ന് ഇത് ഇറങ്ങി പോയാലും മാസ് അടിക്കാൻ നമുക്ക് പറ്റൂല. നിനക്ക് ഏതാണോ കംഫർട്ടബിൾ അസൻഷ്യോ, നിനക്ക് അത് ചൂസ് ചെയ്യാം എന്ന് നേരെ അങ്ങോട്ട് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞതാ. ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് അന്നേരം അവൻ പറഞ്ഞ് എനിക്ക് ആലോചിക്കാൻ സമയം വേണം, വൈകുന്നേരം വരെ സമയം വേണം എന്ന് പറഞ്ഞ് ആ സ്റ്റോറി ഇടുന്ന നിങ്ങൾ ആലോചിച്ചാൽ ഒരു 9:20-9:30. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ വന്ന് ലൈവ് ഇടാന്ന് വിചാരിച്ചിരുന്നു, എനിക്ക് വയ്യാഞ്ഞോണ്ടാണ് ഞാൻ ഈ പറയണത് പോലെ ഇടാഞ്ഞത്. അപ്പം ഈ സ്റ്റോറി ഇട്ടിട്ട് ഇടുന്നതിന് തൊട്ട് മുമ്പ് അവൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് എന്താ എനിക്ക് അവന്മാരുടെ കൂടെ കളിക്കാനാണ് താല്പര്യം, ഞങ്ങൾ ഒരുമിച്ച് വന്നതാ, എനിക്ക് അവരാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ, ഞാൻ അവരുടെ അടുത്ത് പോവുക. റെസ്പെക്ട്, ഒരു പ്രശ്നമില്ല അസൻഷ്യോ. ഞാൻ അതിൽ ഇവിടെ വന്ന് ഞങ്ങളെ ഒരു രീതിയിലും അവ യൂസ് ചെയ്യാനും ലൂട്ട് ചെയ്യാനും നിന്നിട്ടില്ല. അത് ഞാൻ ഇപ്പോഴും പറയുക, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആ സ്ഥാനത്തിലേ ഒരു പ്രശ്നമില്ല. നിന്റെ കൂടെ ഒരുമിച്ച് കളിച്ച് വന്ന പ്ലേയേഴ്സിന്റെ അടുത്തോട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, അത് ഓക്കെയാണ്. അവിടോട്ട് നേരെ അവൻ അങ്ങനെ പോവാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളായിട്ട് TVന്ന് കിക്ക് ചെയ്തതാണ്, TVന്ന് എടുത്ത് കളഞ്ഞതാണ്. ആൻഡ് ഈ പറയണത് പോലെ അസൻഷ്യോയെ കൊണ്ടുവന്ന് നമുക്ക് കളിപ്പിക്കണം, അങ്ങനെ ഒരു പ്ലെയർ ഞങ്ങൾക്ക് വേണം, പോയാൽ ഞങ്ങൾക്ക് ബാഡാവും, ഞങ്ങൾക്ക് വിഷമമാവും. ഓരോരുത്തർ കർമ്മയെന്നും മറ്റും ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പം എനിക്ക് ചിരിയാ വരുന്നേ. ബ്രോ, നിങ്ങൾക്കാണ് പ്ലേയേഴ്സിനെ ആവശ്യം, നിങ്ങളുടെ ലീഡർമാരാണ് ലൈവ് ഇട്ട് കരയുന്ന, മണൽത്തരി പോയി ആളില്ല കളിക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളല്ല, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഉണ്ട്. ഞാനിവിടെ അധികം ആയതുകൊണ്ട് മാറ്റി ഇടണേ. എനിക്കൊരു ലൈനപ്പ് ഇടാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വരുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ലോസ് ഉള്ളത് പോലാണോ നിങ്ങൾ ഇത് സംസാരിക്കണേ? ലൈനപ്പ് ഇടാനൊക്കെ അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ ബ്രോ, നിങ്ങൾ ഭയങ്കര ഈ ലൈവ് ഈ കുറച്ച് 2 ദിവസത്തെ കണ്ടന്റിലും കാര്യത്തിലൊക്കെ കണ്ടായിരുന്നു എനിക്ക് മാനസിക പ്രശ്നമുണ്ട്, ഇതെന്തോ BP ആണ്, അസുഖമാണ്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഒരാൾ നമ്മളെ ഡെയിലി വിളിക്കുക, മറ്റേ ഗേൾ ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്ന പോലെ 3 മണിക്കൂറും 4 മണിക്കൂറും ഞാൻ എന്ത് ചെയ്യണം, ഈകളെ എന്ത് പ്രശ്നം ഇത്, ഞാനപ്പോൾ പൊട്ടനെ പോലിരുന്ന് പോട്ടെ ബ്രോ, ഇത് ഇങ്ങനെ ശരിയാവും, അത് ശരിയാവും, ഇത് ശരിയാവും എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്ന ഒരാള് അറ്റ്ലീസ്റ്റ്, അതായത് ഈ ഇഷ്യൂ ഉണ്ടാവുന്നതിന് അടുപ്പിച്ചൊരു 3 ദിവസം 4 ദിവസം എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാ. അറ്റ്ലീസ്റ്റ് എടാ എന്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പം നമ്മളെ ഒരു വിഷെങ്കിലും എക്സ്പെക്ട് ചെയ്യുമല്ലോ ഇവരുടെ അടുത്ത് വന്ന്. ഞാൻ കാണുന്നത് പുള്ളിയുടെ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ഈ പറയണത് പോലെ ഒരു ഹാപ്പി ബർത്ത്ഡേ കൊട്ട ചട്ടി ഇതൊക്കെയാണ് കാണുന്നത്. ഞാൻ നിന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്ര ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആൾക്ക്, ഈ പറയുന്ന പെർട്ടിക്കുലർ ആൾക്ക്. ഞാൻ മണ്ടനെ പോലെ ഇരുന്ന് എന്നിട്ട് ഞാനൊന്ന് ഇത് കഴിഞ്ഞ ദിവസം വയ്യാന്ന് പറഞ്ഞ് സ്റ്റോറി ഇട്ട് ഇതാക്കിയിരുന്നപ്പോൾ പോലും മറ്റേ എനിക്ക് വന്ന് ഇൻബോക്സിൽ വന്നതും അതുപോലെ ചാറ്റിൽ വന്നതും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നതും BP കൂടി അഡ്മിറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നുവെച്ചാൽ ഇവരെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുക. ഞാൻ കൺവിൻസ് ആയിപ്പോയി, സത്യം പറഞ്ഞാൽ ഞാൻ കൺവിൻസ് ആയിപ്പോയി അതിൽ, മനസ്സിലായോ? ഞാൻ അതിൽ ഭയങ്കരമായിട്ട് കൺവിൻസ് ആയിപ്പോയി. അതാണ് ഏറ്റവും വലിയ വാട്ട് അബൌട്ട് നോക്കിയ OC ഡ്രാഗ് എന്നോ? ആര് നോക്കി? ഏത് നോക്കിയുടെ OC ഡ്രാഗ്? ഏത് നോക്കിയ? നമ്മുടെ യൂണിവേഴ്സല്ല, അതാരാ? ആര് ഡ്രാഗ്? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അവിടെ? അവനായിട്ട് ചെറിയ ഞാനും അറ്റാച്ച് ചെയ്തിട്ട് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആർപ്പിക്കാത്ത നടന്ന കാര്യമാണോ? അത് ആർപ്പിക്കാത്ത നടന്നത്. പിന്നെ ഇനി ഞാൻ ഇവിടെ നിന്ന് നിനക്ക് ഞാൻ ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ തരാം. ആ മോബിയോ ഇതാക്കിക്കോളും. പിന്നെ അല്ല ഇപ്പൊ അവനെ പറഞ്ഞ ഇപ്പൊ എന്താ പ്രശ്നം? അവ ആരാ? ജില്ലാ കളക്ടറോ? എന്ത് ഞാൻ എക്സ്പ്ലനേഷൻ തരണോ ഇനി? അല്ല അവനെ പറഞ്ഞു നീ എന്ത് ചെയ്യും?
ആ പിന്നെ പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരട്ടെ. ആ അപ്പൊ ഇതാണ് ഇത്രയാണ് ഇത് സംഭവിച്ചത് ഈ അസൻസിയുടെ കാര്യത്തില്. അപ്പൊ ബ്രാവോ ഉണ്ടോ? ബ്രാവോക്ക് എന്തെങ്കിലും പറയാണ്ടോ പറഞ്ഞോ. അല്ലാതെ ബ്രാവോ കണ്ടുപിടിച്ചോണ്ട് വന്നു അങ്ങനെ പ്രശ്നമല്ല. ബ്രാവോ സജസ്റ്റ് ചെയ്ത ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പോഴും ഇതിനകത്ത് ഉണ്ട്, നല്ല സക്സസ്ഫുൾ ആയിട്ട് കളിക്കുന്നുണ്ട്. മനസ്സിലായോ? ബ്രാവോ പറഞ്ഞോ, നീ പറഞ്ഞിട്ട് അത് ഇതാക്കിയോ. എനിക്ക് ഒന്നുമില്ലായിരുന്നല്ലേ അന്ന് അവരുടെ ഗ്യാങ് നിർത്തുമായിരുന്നു പറഞ്ഞ്. സോ നല്ല പൊട്ടൻഷ്യൽ ഒരു പ്ലെയർ ആയിരുന്നു. ഞാനപ്പോ അതെന്താ നിന്നോട് പറഞ്ഞത്, വേണമെങ്കിൽ നമുക്ക് എടുക്കാന്ന്. അത് കഴിഞ്ഞ് ഞാനത് വിട്ട്. അതിനുശേഷം പിന്നീട് ഇതേപോലെ നീലിലെടുക്കുകയാണെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞത് കയറാൻ താല്പര്യമാണെന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ നമ്മളിത് സംസാരിച്ച് തുടങ്ങുന്നത് രണ്ടാമത്. ഇതില് ഇപ്പൊ നീ പറഞ്ഞൊക്കെ തന്നെ നമ്മൾ ആർക്കും ഒരു വാഗ്ദാനവും കൊടുത്തിട്ടില്ല. കാശ് തരാം, അത് തരാം, ഇത് തരാം എന്നൊന്നും പറഞ്ഞിട്ടൊന്നും. ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് കൺഫസ് ചെയ്ത അതിലേക്കല്ല, അതിലേക്ക് ഞാൻ വരാം. അതോട് പറയാം. അത് നമ്മൾ പറഞ്ഞ ഇത്ര ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ട്രീം ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് സ്ട്രീം ചെയ്ത്, അതായത് സ്വന്തം കഴിവില് സ്വന്തം ഹാർഡ് വർക്കിൽ കയറി വരാം. മനസ്സിലായോ? അല്ലാതെ നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അതില്. അപ്പൊ അങ്ങനെ ഒരു ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളായിരുന്നു അവരുടെ. അതാണ് പറയാനുള്ളത്. പിന്നെ പോയതില് കാര്യം എന്തില്ല, ഇവിടെ കളിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഇഷ്ടം. എവിടെ കളിക്കണോ എന്നുള്ളത്. ഇവിടെ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്ലെയറിന്റെ ആവശ്യമില്ല. നമ്മളപ്പോ തന്നെ അത് റിമൂവ് ചെയ്യുകയും ചെയ്തല്ലോ. ചാറ്റ് ക്ലിയർ ചെയ്യണ്ട. അത് ആരെ ചാറ്റ് ക്ലിയർ ചെയ്യണം? ചാറ്റ് ക്ലിയർ ചെയ്യണ്ട. അപ്പൊ ഇതാണ് മെയിൻ ആദ്യത്തെ കുറച്ച് കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. സോ നിങ്ങള് കുറച്ച് ആൾക്കാർ പറഞ്ഞായിരുന്നു ദാമു പി എടുക്കുന്നില്ല, ഇതാക്കുന്നില്ല, ഒന്നൊന്നും പറഞ്ഞ് ഭയങ്കര മാസടിയൊക്കെ ഞാൻ കണ്ടായിരുന്നു. സോ ഇനിയാണ് സ്റ്റോറി. ഇനി എന്താണെന്ന് കാര്യം ഞാൻ പറഞ്ഞുതരാം. ദാമു പിയെ ഫ്ലഫി പോയി ഇൻവൈറ്റ് ചെയ്ത് ഈ പറയുന്ന എന്തോ RCCയോ എന്തിനകത്താണ് RZ1 അതിനകത്ത് RZ7 കളിക്കാൻ വേണ്ടിയിട്ട് ഫ്ലഫി പോയി ഇൻവൈറ്റ് ചെയ്ത്. ഫ്ലഫി പോയി ഇൻവൈറ്റ് ചെയ്തപ്പോഴത്തേക്കിന് അവന് കളിക്കാൻ ഇവിടെ വരുവാണെങ്കിൽ ഒറ്റയ്ക്ക് കയറാൻ പറ്റത്തില്ല, ബാക്കിയുള്ളവരും കൂടെ വരാം എന്നുള്ള രീതിയിൽ ഇതാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നതിന്റെ കൂട്ടത്തിൽ KVക്കകത്ത് കയറിയ ആൾക്കാരെയും ഇറക്കി. അതിന്റെ കൂട്ടത്തിൽ ഉറപ്പായിട്ടും അവന് അസൻസിയോയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇവന്മാരുടെ കൂടെ ഒരുമിച്ച് കളിക്കാനാണ്. സോ അസൻസിയോ ഇറങ്ങി. ഇതാണ് സ്റ്റോറി. ഇതാണ് റിക്രൂട്ട്മെന്റ്സ്. മനസ്സിലായോ? ഇതാണ് റിക്രൂട്ട്മെന്റ്സ്. ഇതാണ് അവരുടെ പ്ലാൻ. ഇതിന്റെ കൂട്ടത്തിൽ പിന്നീട് ഒരാളോട് ജോയിൻ ചെയ്യും. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മനസ്സിലാവും. ആൻഡ് ഈ ഒരു റിക്രൂട്ട്മെന്റ് സെനാറിയോയിലേക്ക് ഇതിനകത്തോട്ട് വിളിച്ചിട്ട് പ്ലേയേഴ്സ്, എടാ നീ വന്ന 1,30,000 രൂപ തരാം, കിക്കിന്റെ എഗ്രിമെന്റ് സെറ്റാക്കി തരാം, നിനക്ക് PC വേണേ PC സെറ്റപ്പ് ചെയ്ത് തരാം, ഇതെല്ലാം ചെയ്യാതെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് TV ഇറങ്ങിയ ആൾക്കാർക്ക് വരെ ഇൻവിറ്റേഷൻ വന്നു. മനസ്സിലായോ? TV ഇറങ്ങി ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവരൊരു കാര്യം മനസ്സിലായത്. ഗ്യാങ് ഇല്ല ഇവിടെ ഗ്യാങ് ഇല്ല. മനസ്സിലായി? ഇവിടെ ഗ്യാങ് ഇല്ല. അത് അങ്ങനെ ഒരു ചെറിയ പറ്റിപ്പോയി. ഇറ്റ്സ് ഓക്കെ, എന്നാലും ശരിയാവും. പറഞ്ഞു വരുന്നത് അതിനെ പറ്റിയാണല്ല ഞാൻ. എന്നിട്ട് ഇതുപോലെ എല്ലാവരെയും വിളിച്ച് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇതായിരുന്നു സെനാറിയോ. ബ്രോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ഈ അസൻസിയോ പോയതിൽ ഞാൻ നെഞ്ചു പൊട്ടി വേദന എടുത്ത് TV ഒരാൾ പോയല്ലോ, ഈഗോ, മറ്റേ മണി പർച്ചേസ് എന്നൊക്കെ പറഞ്ഞ്. എടാ നീയൊക്കെ പർച്ചേസ് ചെയ്തവന്മാരൊക്കെ എന്ത് ചെയ്യുന്നു കണ്ടോ? അപ്പുറത്തിരുന്ന് നിന്നെയൊക്കെ തന്നെ ഇളക്കി വിളിക്കണം. വേറെ അതിനൊക്കെ ഏറ്റവും വലിയ കോമഡി ഞാൻ പറയാം ഗൈസ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ അമ്പി എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതൊരു ആളാ. അതൊരു അമ്പി ഈക്വൽ ടു ഒരാളാ. അത് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും. ഞാൻ പറയണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടോ മറ്റേ മാരി അവൻ ഒരു പാവം. അവന്റെ അടുത്ത് ഒന്ന് പാവൻ ചെറുക്കൻ, കുഞ്ഞിന്റെ മനസ്സ്, ഇങ്ങനെ പറഞ്ഞ ഒരാള് ഞാൻ നോക്കിയപ്പോ ഇന്നലെ പറയുവാണേ അവനാണ് ഈകളുടെ പെണ്ണേഴ്സ് തപ്പിപ്പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്. ഞാൻ പറഞ്ഞ അതേപോലെ അവ അനുസരിച്ച് ഞാൻ കേട്ടിട്ട് കിളി പോയിട്ട് എന്റെ കേട്ടിട്ട് കിളി പോയി. ഞാൻ വേറെ ആരോടെ പറയാൻ കഴിച്ചു. ഞാൻ സത്യം പറഞ്ഞ ഇവരിങ്ങനെ ഇരുന്ന് ഇപ്പൊ അടി ഉണ്ടാവുന്ന കാണുമ്പോ എനിക്ക് ചിരി വരുന്നു. ഈ റൂമിൽ വെച്ച് ഇവിടെ വെച്ചിട്ട് എന്നെ ഒരാൾ പരിചയപ്പെടുത്തി തരുവാട്ടോ. ബ്രോ ഇവനെ എന്റെ കൂടെ ഈ ചങ്കിനകത്തുണ്ടായിരുന്നു ഇത്രയും നാള് ഇവനെ എന്റെ കൂടെ എല്ലാത്തിനും ഉണ്ട്. എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ട്.
അതുകൊണ്ടാണ് നിങ്ങൾ ഇവനെ പറയുമ്പോ എനിക്ക് ദേഷ്യം വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇവനെ നിങ്ങൾ പറയുമ്പോ ദേഷ്യം വരുന്നത്. എനിക്ക് അത്രയ്ക്ക് നോവ് ഇവിടെ എന്ന് പറഞ്ഞ ആള് ഞാൻ നോക്കിയപ്പോ പുള്ളി ഇരുന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കണെന്ന്. ഇവര് രണ്ടുപേരും രണ്ട് ചേരിയായി, മനസ്സിലായോ? എടാ എന്നിട്ടും നിങ്ങൾ ഇതിനകത്ത് എങ്ങനെ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയും, ഓഫ്ലൈൻ സംസാരിക്കുന്ന കാര്യമേ അല്ല നിങ്ങളുടെ ഈ സ്ക്രീനിൽ വന്നിരുന്ന് ഇവർ പ്രസന്റ് ചെയ്യുന്ന ഒരു മുഖം എന്ന് പറയണത്, മനസ്സിലായോ? എല്ലാ കാര്യവും ഭയങ്കര സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്യും ചിരിച്ചുകൊണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും പോക്കൃത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നേരെ വന്നിരുന്ന് ക്യാമറ നോക്കി, എടാ ഞാൻ അന്ന് അവളെ മറ്റേ നരമോളെ വിളിച്ച, അതിപ്പോ അവക്ക് പ്രശ്നമില്ല, വേറെ ആർക്ക് പ്രശ്നം? എന്നിട്ട് ഞാൻ അടുത്ത ദിവസം ഇങ്ങനെ ഇത് കണ്ടിട്ട് അടുത്ത ദിവസം കാണുമ്പോ ഉണ്ടല്ലോ, ഞാൻ നോക്കിയപ്പോ സിറ്റിയിൽ ഏതോ ഒരു സിറ്റിസൻസിനെ, ഹീസ് എ ജെന്റിൽമാൻ, സിറ്റിയിൽ ഏതോ ഒരു സിറ്റിസനെ പെങ്കൊച്ചിനെ, എടാ പെങ്കൊച്ചിന്റെ അടുത്തൊന്നും പറയല്ലടാ, ഓഫ്ലൈനിൽ ഇരുന്ന് എന്ത് പറയാം, ഓഫ്ലൈനിൽ ഇരുന്ന് എന്ത് അപരാധവും പറയാം, എന്ന് വെച്ചാൽ എന്ത് പോകൃത്തരം തമ്മി എന്നിട്ട് നാട്ടുകാരുടെ പെണ്ണ് കേസ്, കഞ്ചാവ് കേസ് എല്ലാം തപ്പി പിടിക്കണം. ഒരു ഗെയിമിൽ അങ്ങ് തീർത്താ പോരെ, എന്തിനാണ് ഇത്രയും ഇതിലോട്ട് പോണേ? എന്നിട്ട് ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ എന്നോട് സംസാരിച്ചിട്ട് ബ്രോ എന്നെ ഒന്ന് വിളിക്കൂ, എന്നിടത്തൊന്ന് വിളിച്ചൊന്ന് കാര്യം പോലും പറയാതെ അലക്സിന്റെ കേസിലൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇതാക്കിയെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. ഇവര് പറയാണെന്ന് വെച്ചാൽ എന്തോ ഏതു ഇവിടെ മറ്റേ അവിടക്ക് കിട്ടാത്തോണ്ട് അലക്സിനെ ഇവിടെ തള്ളിക്കയറ്റി തന്നതാണെന്ന്. ബ്രോ എന്താ നിങ്ങൾ പറയണേ? ഇന്ന് ടി വിക്കകത്ത് കളിക്കുന്നതിലും മോസ്റ്റ് ഓഫ് ദ മാസിലെ പ്ലേയേഴ്സിനെ എല്ലാം സജസ്റ്റ് ചെയ്തത് സേതു തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. സേതു ഞാനും തമ്മിൽ നിന്നേക്കാളൊക്കെ വലിയ വിളി കൊണ്ടുണ്ട്. അറ്റ്ലീസ്റ്റ് വെളിയിൽ ഇറങ്ങുമ്പോൾ അവനെ മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ ഇതാക്കാൻ അറിയാം. അവൻ ഗെയിമിന്റെ പേരിൽ എല്ലാ അപരാധവും പറയും. സേതു എനിക്കറിയാം, സേതുവിനെ ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഗെയിമിന്റെ പേരിൽ ഓഫ്ലൈനിലായാലും അവൻ അപരാധം പറയും, പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ഇതില്ല. ഇന്ന് മാസിൽ എത്ര പ്ലേയേഴ്സ് ഉണ്ടാ ടി വി എന്ന് ഞാൻ പറയട്ടെ. വില്ലമോന്, ഇറ്റാച്ചി, സ്നൈപ്പ്, പിന്നെ വേറെ ആരൊക്കെയാടാ, കിണ്ടി, ഇവരെയൊക്കെ പിന്നെയും കിണ്ടിയൊക്കെ പിന്നെയും ഞാൻ SMG സമയത്ത് എടുക്കുന്നത്. ഇവരെ എല്ലാം എല്ലാ സമയത്തും സേതു തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. OG വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാം, ഞാനും സേതു ഒക്കെ വിളിച്ച വിളിയുടെ 3-1 ഇപ്പൊ വിളിയായിട്ടില്ല. ആഷ്, അലക്സ്, അല്ല കുറെ പേരുണ്ട്, പ്രൊഫസർ, ഒത്തിരി പേരുണ്ട്. ഞാൻ പറയാം, അങ്ങനെ കുറെ പേര് മാസ് പ്രൊഡക്ട്സാ. അതിന്ന് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്, മനസ്സിലായ? പിന്നെ ഞാൻ പറയണമെന്ന് പറഞ്ഞ അന്ന് പറഞ്ഞായിരുന്നു, ഒരു പയ്യന് നമ്മൾ ഇവിടുന്ന് ഒരു പെർമനന്റ് ബാൻ കൊടുത്തായിരുന്നല്ലോ. ആ പയ്യനൊക്കെ ഇപ്പൊ കുണ്ണിയായിപ്പോ വീണ്ടും പ്രശ്നക്കാരനായി അവൻ. ഞാൻ അതേ പറഞ്ഞു അവൻ കള്ളനാണെന്ന്. ഇപ്പൊ അങ്ങനെയായി അതൊക്കെ. നിങ്ങൾ ഈ ഓൺലൈൻ ഞാൻ നിങ്ങളടുത്ത് പറയണ കാര്യം ഇതാണ്, മനസ്സിലായ? ഈ ഓൺലൈനിൽ വന്ന് ഇവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി പ്രസന്റ് ചെയ്യുന്ന കാര്യം പിടിച്ചുകൊണ്ട് അടി ഉണ്ടാക്കുന്നത് നിങ്ങളാണ് ഏറ്റവും വലിയ മണ്ടന്മാര്. ഞാൻ ഇപ്പോഴും പറയാം നിങ്ങളോട്, എനിക്കിതിൽ ഞാൻ എല്ലാവട്ടം പറയണ കാര്യമാണ് നിങ്ങളോട്, ഇതിനു വേണ്ടി തമ്മിത്തല്ലാൻ പോകല്ലേ എന്ന്. ഇവന്മാര് ഈ ഓൺലൈനിൽ ഇവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി മാത്രം വന്ന് പറയണ സാധനമാണ്. ഇത്രയും നാള് എടാ ഒരു ആഴ്ചയല്ല അവള്, ഇത്രയും നാൾ ഒരുമിച്ച് നിന്നവന്മാർ ഇപ്പൊ തമ്മിലടിയായി, ഇപ്പൊ അടിയായി, ഇതായി BPs ആയി. സമ്മതിക്കുക. എടാ നിന്നെയൊക്കെ ഇങ്ങനെ വളർത്തിയേക്കോ, മനസ്സിലായോ? നിന്നെയൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്ത് വളർത്തിയേക്കോ, ഇങ്ങനെ പറയണം. ഞാൻ വേറൊരു കാര്യം അല്ല അത് കാണിച്ച ഇങ്ങനെ ആയിപ്പോയി. നീയൊക്കെ കണ്ട് മുരടിച്ചു പോയതാ. ഞാൻ അതുകൊണ്ടൊരു കാര്യം തീരുമാനിച്ച്, മനസ്സിലായി? അതായത് നിന്റെയൊക്കെ ഏതെങ്കിലും ഒരു ഗ്യാങ് TV പോലെ ഒരു 5-6 വർഷം കഴിയുന്ന സമയത്ത് TV 11th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് നിനക്കൊക്കെ റിപ്ലൈ തരാം. അന്ന് നീയൊക്കെ ഞങ്ങളുടെ ലെവലിൽ വരുവാണെങ്കിൽ, മനസ്സിലായ? ഇനി ഇതിന്റെ അപ്പുറത്തോട് നിനക്കൊന്നും ഒരു റിപ്ലൈ ഇല്ല. നീയൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ എന്ന് തല്ലുകൊണ്ട കണ്ടികളാ. ഞങ്ങൾക്ക് താഴെ കിടക്കുന്ന ഞങ്ങളെ അടിക്കാൻ വേണ്ടി നാട്ടുകാർക്ക് മൊത്തം പൈസ ഓഫർ ചെയ്ത് പിള്ളേരെ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന ഒരു തീട്ടമാണ്, ഒരു തീട്ടം ഗ്യാങ്ങാണ് നിങ്ങൾ. അത് മനസ്സിലാക്കണം, മനസ്സിലായ? കമ്മ്യൂണിറ്റി നന്നാക്കാൻ നീയൊക്കെ കമ്മ്യൂണിറ്റിയിൽ എന്താണ് ചെയ്തു കൂട്ടണേ? കമ്മ്യൂണിറ്റിയിൽ ഇരുന്നവരെ പറ്റി, ഓഫ്ലൈൻ പെണ്ണുങ്ങളെ പറ്റി തന്തലാഴി പറയാ, മറ്റേ പോക്സോ, കഞ്ചാവ്, ഇതെല്ലാം വന്ന നീയൊക്കെയാണോ കമ്മ്യൂണിറ്റി നന്നാക്കാൻ വന്നവന്മാര്? ആണോ? നീയൊക്കെയാണോ കമ്മ്യൂണിറ്റി നന്നാക്കാൻ വന്നവന്മാര്? നിന്റെയൊക്കെ വലിയ വർത്താനം. നീയൊക്കെ അന്ന് ഭയങ്കര ഭീഷണി മുഴക്കായിരുന്നല്ലോ. നിന്റെ മറ്റേ പ്രതിമയിലുള്ള അണ്ണം വന്നു കഴിഞ്ഞാൽ എന്റെ കരിയർ എന്തായി പോകുന്നു. നിന്റെ പ്രതിമയിലുള്ള അണ്ണ ഒളിവിലായിട്ടോ? അവന്റെയൊക്കെ ഓരോ ഭയങ്കര ഭീഷണിയായിരുന്നു. എന്റെ ഇൻബോക്സിൽ ഭയങ്കര ഭീഷണിയായിരുന്നു. പുള്ളി വന്ന് എന്നെ എന്തോ ചെയ്തു കളയും, എന്തോ ഇതാക്കി കളയാന്നൊക്കെ. അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതൊക്കെ എനിക്ക് അത്രയ്ക്ക് തരം താന്ന് ജീവിക്കേണ്ട ആ ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. എനിക്ക് അതൊന്നും സപ്പോർട്ട് ചെയ്യാനും ഒരു താല്പര്യമില്ല, മനസ്സിലായ? ഇത്രയ്ക്ക് തരം താഴണ്ട ഒരു ഗ്യാങ്,
ഒരു ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറയാണ് ഗൈസ്, എനിക്കുണ്ടല്ലോ ഒന്നും മിണ്ടാതെ നേരെ വന്ന് 30 ദിവസം സ്ട്രീം ഇട്ടാ ഞാൻ കോടീശ്വരനാ. 30 ദിവസം, ഒരു മാസം സ്ട്രീം ഇട്ടാ ഞാൻ കോടീശ്വരനാ. ഒരു വർഷത്തിൽ ഞാൻ കോടീശ്വരനാ. എനിക്ക് അതേ പറയുള്ളൂ. ഞാൻ എത്ര ദിവസം സ്ട്രീം ഇടും ഒരു മാസത്തിൽ? ഞാൻ ഒരു മാസത്തിൽ എത്ര ദിവസം സ്ട്രീം ഇടും? ഞാൻ കൂടിപ്പോയാൽ ഒരു 7, 8, 5, 6 സ്ട്രീം മാക്സിമം കൂടിപ്പോയി ഇടും. എനിക്ക് പൈസ ഉണ്ടാക്കാനും മറ്റേതുണ്ടാക്കാനും ഇമാതിരി തെണ്ടിത്തരങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മര്യാദയ്ക്ക് പോയാൽ മതി. അപ്പൊ എനിക്ക് അത് ആ പറയണത് പോലെ അതിന്റെ മുകളിലോട്ട് ഈ കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ട കാര്യം എനിക്കില്ല. അതാദ്യം മനസ്സിലാക്കണം ബ്രോ. നമ്മൾ ഈ ഗ്യാങ് ബിൽഡ് ചെയ്തതിന് ഒരു ബേസ് ഉണ്ട്. ആ ബേസ് എന്താന്ന് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കരുതലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ സഹായവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടാ. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ക്യാമറ ഓൺ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചിരുന്ന് കാണിച്ച ഫ്രണ്ട്ഷിപ്പ് അല്ലത്. അപ്പൊ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് പല ആൾക്കാരുടെയും പല രീതിയിലും ഉണ്ട്. അത് നിങ്ങളുടെയൊക്കെ ഞാനത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹം ഉണ്ടല്ലോ, അതങ്ങ് ഉടഞ്ഞു വീഴും. അത് ചില ആൾക്കാരുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയണത് പോലെ മിണ്ടാതിരിക്കുന്നത്. ഇപ്പൊ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നത്. അത് ഞാൻ പറയുന്നില്ല, എന്നെ കൊണ്ടത് പറയിക്കരുത്. അത് പക്ഷെ ഉടനെ പറയേണ്ട ഗതികേട് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട്. നീയൊക്കെ ഇനി വെളിയിൽ നിന്ന് പറയുമായിരിക്കും സെർവറിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ. സെർവറിൽ ഇൻഫ്ലുവൻസ് ഉണ്ടടാ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് KV കളിക്കാൻ വേണ്ടി അപ്പാപ്പൻ ഉണ്ടാക്കിയ സെർവറാടാ. എന്താ പ്രശ്നം നിനക്കൊക്കെ? നിനക്കൊക്കെ അത്രയ്ക്ക് ഗതിയോടെ വേറെ സെർവറിൽ പോയി കളിക്കടാ. പോയി കളിക്കും. നിന്നൊന്നും കേട്ടുന്നില്ല. എന്ത് ചെയ്യും നീയൊക്കെ? നിനക്കൊന്നും ഒന്നും ചെയ്യാനില്ല. അവിടെ ഇരുന്ന് ലൈവിലിരുന്ന് 2 വാക്ക് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോകാനേ ഉള്ളൂ. പോയി 10 ദിവസം കഴിയുമ്പോൾ തീരും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം നിന്റെ അടുത്തൊക്കെ. നിന്റെയൊക്കെ കൂടെ കളിക്കുന്ന എല്ലാ അവന്മാരുടെയും പേരിന് മുമ്പ് ഉണ്ടായിരുന്ന അക്ഷരങ്ങൾ മാറി വന്നിട്ടുണ്ട്. അത് മാറാത്ത ഒരുത്തനാ ഞാൻ. മനസ്സിലായ? അത് ഇങ്ങനെ കൊണ്ട് നിർത്താൻ അറിയാമെങ്കിൽ എനിക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനും അറിയാം. നീയൊക്കെ അവിടെ പോയി അവന്മാരുടെ അടുത്ത് ഇരുന്ന് കരഞ്ഞാൽ മതി, എൻ്റെ അടുത്ത് വന്ന് കരയണ്ട. അത് അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഈ പണ്ട് തൊട്ടേ ഞാനിപ്പോ എക്സാമ്പിൾ പറയാടാ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കിയാൽ മതി. പണ്ടത്തെ പ്ലേയേഴ്സിനെ എടുത്തോ. പണ്ടത്തെ പ്ലേയേഴ്സ് ആരെങ്കിലും ഒക്കെ എടുത്ത് ഓരോരോ പ്ലേയേഴ്സിനെ എടുത്തോ. അവരുടെ എല്ലാം ടാഗിൽ ഈ പറയണത് പോലെ അവരുടെ ഓരോ നെയിം ഉണ്ടാവും. അതല്ല ആ സമയത്തും ഒപ്പോണന്റ് TV ചെയ്യാ, ഈ സമയത്തും ഒപ്പോണന്റ് TV ചെയ്യാ. പക്ഷെ ആ ഗ്യാങ്ങുകളിൽ നിന്ന് മനസ്സിലായി. ഈ ഒപ്പോണന്റ് ആയിട്ട് നിന്ന ഗ്യാങ്ങുകൾ ഇന്നില്ല. പക്ഷെ ഇപ്പോഴും അന്നും ഇന്നും ഒപ്പോണന്റ് ആയിട്ട് ഞങ്ങളുണ്ട് ഇവിടെ. മനസ്സിലായ? അതാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം. അതിൽ കൂടുതലൊന്നും നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റത്തില്ല. നിന്നെ കൊണ്ടൊന്നും അതൊക്കെ പബ്ലിക് വെല്ലുവിളിയാ. ഞാൻ എന്താ ഇങ്ങനെ പറയും, നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റൂല ഇങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്യാൻ. അത് നീയൊക്കെ വിചാരിക്കുന്ന രീതിയിൽ പറ്റില്ല. എടാ നേരെ വന്ന് 2 ഗ്യാങ് വാർ അടിച്ച് ജയിച്ചിട്ട് മറ്റേ വീഡിയോ ഇടുന്നതല്ല നീ പറയണ സാധനം. നിങ്ങളൊക്കെ പറയുന്ന സാധനം ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ഇത്രയും നാള് നമ്മുടെ കൂട്ടത്തിലുള്ള പ്ലേയേഴ്സിനെ അടക്കം നമ്മൾ അവർക്കൊരു കരിയറും ഇതുമെല്ലാം സെറ്റാക്കി കൊണ്ടുവന്ന് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി കൊണ്ടുവന്നതാണ് ഞാൻ പറയുന്ന കാര്യം. അല്ലാതെ നിന്റെയൊക്കെ പോലെ നീ മറ്റേ വാറുണ്ടാക്കിയിട്ട് സിനിമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ജയിച്ചു. KV 2 വട്ടം തല്ലിയപ്പോഴത്തേക്കിന് KV ഒക്കെ മുകളിലായെന്നാണ് അവരുടെ വിചാരം. എവിടെ നീയൊക്കെ? ആരൊക്കെ പോയാലും പോയില്ലെങ്കിലും അവർ ആ ഗ്യാങ് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിന്റെയൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ പേരാണ് ഈ ആഴ്ചത്തെ. ഒരു വാർ ജയിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ഇതിനെ പറ്റി. അല്ല അത് അങ്ങനെ ആയി ഇപ്പം. അതിന്റെ കൂടെ കൂട്ട് വിളിക്കാൻ മറ്റേ 5ാം ക്ലാസ്സിലെ പിള്ളേര് കഴിഞ്ഞ ആഴ്ച ഒരുത്തിനെ അച്ഛാന്ന് വിളിച്ചിട്ട് ഈ ആഴ്ച അടുത്ത ആളെ അച്ഛാന്ന് വിളിക്കുന്നത്. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന ഇന്നലെ വരെ ബായി എന്ന് വിളിച്ചവനെ ഇന്ന് പോയി ഉണ്ണെന്ന് വിളിക്കുന്നത്. സത്യം കാണുന്ന കാര്യമാണ് ഇപ്പം. എടാ ഞാൻ ഇൻസ്പയർ ചെയ്ത് തുടങ്ങിയ ഗ്യാങ് പോലും ഒന്നുമില്ല. മനസ്സിലായോ? ഞാൻ അതിലും അവിടെ വരെ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇതിൽ കൂടുതൽ നിന്നെ ഒന്നും കൊച്ചു പിള്ളേരെ എനിക്ക് ബോധിപ്പിക്കാൻ പറ്റത്തില്ല. ഇന്ന് വരും മറ്റേ ഞാൻ പറയാം, എന്റെ ഇൻബോക്സിൽ കാണണേ ഗൈസ്. എന്റെ ഇൻബോക്സിൽ മറ്റേ ഇങ്ങനെ മൂക്കിനകത്ത് ഇങ്ങനെ കൈയിട്ടത്, മുഖം കാണത്തില്ല, ഇങ്ങനെ മൂക്കിൽ ഇങ്ങനെ കൈയിട്ട് മേലോട്ട് ഇങ്ങനെ വെക്കുന്നത്, പിന്നെ ഇങ്ങനെ വെക്കുന്നത് എല്ലാം ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്ത പിന്നെ ഇതായി പോകട്ടാ. ഇങ്ങനത്തെമാരൊക്കെ വരുന്നേ എല്ലാം ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പം മരം വന്നിട്ട് പറയുള്ളൂ ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതാ കാണണേ. കാണുമ്പോ തന്നെ ചിരി വരും.
ഞാൻ ഇന്നലെ അസൻസിയുടെ കാര്യം ഇങ്ങനെ സ്റ്റോറി ഇട്ടപ്പം ഐ നീഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എടുത്തു നോക്കിയപ്പോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചി ഇറക്കൻ അവൻ ഏതോ ബൈക്കിന് മണ്ടേ കയറാൻ വേണ്ടി സ്റ്റൂൾ എടുത്ത് ബൈക്കിനോട് ചേർത്ത് വെച്ചിരിക്കുക. അവന് ഞാൻ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടത് ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, എനിക്കൊരു പയ്യൻ കൊണ്ടുവന്നിട്ട് ഈ പറയണത് പോലെ ഷെയ്ക്കിന്റെ ഗ്രൂപ്പില് ഒരു പയ്യൻ വന്നിട്ട് ഞാനേ ഈ ഈഗിളിന്റെ DME പോയിട്ട് ഞാൻ നല്ല വിളിക്കാൻ പോവാ. അവന്റെ ലൈവ് കാണുമ്പോ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരും, ഇവനെ കാണുമ്പോ തന്നെ എനിക്ക് ചൊറിഞ്ഞു വരും എന്ന് പറഞ്ഞിട്ട് ഇവൻ ഓടി കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ സ്ക്രീൻഷോട്ട് ഞാൻ ചുമ്മാ അന്നേരം ആ സ്ക്രീൻഷോട്ട് കണ്ടപ്പം ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പോ 2 വട്ടം വിളിച്ചപ്പം ഇവൻ കട്ടാക്കിയപ്പം ഇവൻ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയുവാ പ്രൂഫ് കാണിക്കാനോ? കാണിക്കാം. പിന്നെന്താ ഈ പ്രൂഫ് എന്ന് ചോദിക്കുന്ന ആരെന്ന് അറിയാലോ നിങ്ങക്ക്. ബാങ്ക് ബാലൻസ് തൊട്ട് മറ്റേ വീട്ടിലെ എല്ലാ നിന്റെയൊക്കെ മെസ്സേജ് കണ്ടറിയാം നീയൊക്കെ എവിടുന്നാ വരുന്നതെന്ന്. ബാങ്ക് ബാലൻസ് കാണിക്കണം, വീട്ടിൽ ഇത് മേടിച്ച ഷഡ്ഡി അലക്കിയിട്ടുണ്ടോ, ഷഡ്ഡി അലക്കുന്നത് കാണിക്കണം. അങ്ങനത്തെ അവന്മാരാണ് നീ, മനസ്സിലായ? അങ്ങനത്തെ കുറച്ച് അവന്മാരാണ് നിന്നെയൊക്കെ ഇത് ഞാൻ വോയിസ് കേൾപ്പിച്ചു തരാം. ഇവൻ കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ടല്ലോ, ഞാൻ കേൾപ്പിച്ചു തരാം. അവന്റെ എനിക്ക് കോളുണ്ട്. ഞാൻ 2 വട്ടം വിളിച്ചിട്ടും എടുത്തില്ല ഏട്ടാ. ഉണ്ണി അഭിജിത്തോ? ഇതല്ലല്ലോ. റൊണാൾഡോയുടെ ഒരു DP ആയിട്ടിരിക്കുന്നത്, അങ്ങേരുടെ പേരൂടെ കളയാനായിട്ട്. ഞാനത് സ്റ്റോറി ഇട്ടില്ലായിരുന്നോടാ ഞാനത്. ചെറിയ ഭാഗം അതിൽ ഞാൻ ക്രോപ്പ് ചെയ്ത നമ്പർ നോക്കട്ടെ ഏതാണെന്ന്. ചേടാ ഇത് എവിടെ റീ? അണ്ണാ സോറി അണ്ണാ. അങ്ങനെയല്ല ശ്വാസർക്കും ഇങ്ങനെയാ അതെ ചാറ്റില് കാണാൻ ഒരു സെക്കൻഡ്. എന്റെ അത് കൊറേ ചാറ്റ് കിടപ്പുണ്ട്. ഇല്ല ഇത് ഞാൻ കാണിച്ചിട്ടേ പോകത്തുള്ള. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ഇത് കാണിച്ചിട്ടേ പോകത്തുള്ള. ഞാൻ ഇവൻ തച്ചനിരുന്ന് ഡിലീറ്റ് എല്ലാം ചെയ്യുമെന്നാണ് എന്റെ. ഞാനായിട്ട് വോയിസെങ്കിലും ഞാൻ കേൾപ്പിക്കേ, ഡിലീറ്റ് ചെയ്താൽ ഞാനായിട്ട് വോയിസെങ്കിലും കേൾപ്പിക്കേ ഞാൻ. മറ്റേ വാട്സപ്പ് ടൈം മാറ്റി ബാക്കിലോട്ട് ഇതൊക്കെ. എടാ ഇന്നലെ ഇവന്റെ നമ്പർ എനിക്ക് അയച്ചു തന്ന. എടാ നീയാണ് മുത്ത്. അവൻ എനിക്ക് ചോർത്തി തന്നവൻ എനിക്ക് നമ്പർ അയച്ചു തന്നത് നീയാണോ ചെറുക്കൻ മോനെ? നീ അല്ലേ ഇത് കേക്കാൻ നോക്കണേ. വെയിറ്റ് ഞാൻ ഇതിന്റെ സപ്രഷൻ ഓഫ് ചെയ്യട്ടെ. എന്റെ അമ്മോ ഇജാതി കൊറേ പയ്യന്മാരുണ്ടേ. സോറി സോറി ഇവന്റെ ഓഡിയോ കേൾക്കണം നിങ്ങക്ക്. എന്തായാലും ദാമു ബേബി വരില്ല. അതെന്തോ എന്തോ വള്ളടിച്ച് പറഞ്ഞായിരിക്കും. 2 എണ്ണം കുടിച്ചിട്ട് വന്ന് പറഞ്ഞായിരിക്കും. അല്ല എന്ത് ദാമു ബേബി ഒന്നും വരില്ല. അപ്പൊ നോക്കി പറഞ്ഞില്ലേ ദാമു ബേബി എന്താ പീശൊക്കെ വിറ്റെന്ന്. എന്തായാലും ദാമു ബേബി വരില്ല. ഞാൻ വെള്ളം അടിച്ചിട്ട് വന്നിരുന്ന് പറഞ്ഞതാണെന്ന്. എടാ ഇവന്മാരുടെ പിള്ളേര് പോലും ഇങ്ങനെ വിശ്വസിച്ചിരിക്കുവാണ് ദാമു പി വരില്ല എന്ന്. മനസ്സിലായ?
ദാമു പി വരില്ല. ഇവരെ അങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദാമു വരത്തില്ല. എടാ ദാമുവിനോട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ദാമു ഈ പറഞ്ഞ പോലെ ദാമുവാണ് ഇവന്മാരെല്ലാം വലിച്ചിറക്കിയതും ഇതാക്കിയതും എല്ലാം. അത് മനസ്സിലാക്കാനുള്ള ഇതാര് ഇവിടെ വലിയ പ്രശ്നങ്ങളാണ്. സ്നൈപ്പ് എല്ലാരും ഉണ്ടല്ലോ. സ്നൈപ്പ് അതെന്താണ് ഒരു പൊട്ടുന്ന കുപ്പിയുടെ ശബ്ദം കേട്ടേ? അത് വെള്ളം 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 എന്നെ ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളു കുറച്ച് പിന്നെ. ഇവിടെ സ്നൈപ്പ് ബോബ് ആഷ് വേറെ ആരുണ്ടോ? ഇതാരും കെവിനാ? എടേ നീ ജീവനോടോ നീ? ഞാനിങ്ങനെ വെള്ളോടിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ വന്നത്. ഇല്ല എനിക്ക് പനിയാണ്, എനിക്ക് വയ്യായിരിക്കും. അപ്പൊ പറയാ വെള്ളം അടിച്ചിട്ട് വന്ന് ഇത് പറഞ്ഞതാണ്. അന്നേരം ഞാൻ ചോദിച്ചത് നിന്റെ അടുത്ത്, ഞാൻ ലൈവ് ഇടുന്ന ദിവസം ഇതൊന്നും ഉപയോഗിക്കാറില്ല കേസ്. ഇതൊന്നും ഉപയോഗിക്കാത്ത ഇതൊന്നുമല്ല. ഞാൻ സർക്കാർ സ്ഥാപനത്തിൽ പോയി നേരെ നല്ല ബിവറേജിൽ പോയി ക്യൂന്ന് സാധനം മേടിക്കുന്നവനാണ് ഞാൻ. അല്ലാതെ ഞാൻ മറ്റേ പകൽമാന്യം കളിക്കാറില്ല ഞാൻ. പക്ഷെ ലൈവ് ഇടുന്ന സമയത്ത് ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് വന്ന് ലൈവ് ഇടേണ്ട ആവശ്യം എനിക്ക് ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. ലൈവ് ഇടുക എന്നുള്ളൊരു പരിപാടി ഞാൻ ചെയ്യത്തില്ല. ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഒരു ജോലി പോലെയാണ്. അത് ഞാൻ മര്യാദയ്ക്ക് ചെയ്യും. മനസ്സിലായ? ഡിസ്ക്ലെയിമർ ഇതൊന്നും വാങ്ങിച്ചുപയോഗിക്കുന്നത് ശരീരത്തിന് മദ്യം വിഷമാണ്, കുടിക്കരുത്. അപ്പൊ ഉണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്ന കാര്യം ഇതാണ്. അതായത് ഇവർ ഈ ലൈവ് വന്നിരുന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കും. അതായത് മോനെ ഇതും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, അവൻ കംപ്ലീറ്റ്ലി പറഞ്ഞത് തെറ്റാ, ദാമു എന്ന് പറയുന്ന ഒരാളെ വരുന്നില്ല, ഇതൊക്കെ ചുമ്മാതാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അതെ അത് തന്നെ ബിസിനസ് മീറ്റിംഗിൽ ചെറുതൊരടിക്കും. അതും ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രം ബിസിനസ് മീറ്റിംഗിൽ ചെറുതൊരടിക്കും. ഓക്കെ, അപ്പൊ ഇവരിങ്ങനെ ഇത് വന്ന് പറഞ്ഞു കൊടുക്കും. ഈ പിള്ളേർ ഇത് കേട്ടിട്ടുണ്ടല്ലോടാ. ഈ പിള്ളേർ ഇത് കേട്ടിട്ട് ഇവർ ഭയങ്കര കൊച്ചു പിള്ളേരാ. അതായത് എനിക്ക് വരുന്ന മോസ്റ്റ് ഓഫ് ദ എൻ്റെ അകത്ത് കൊച്ചു പിള്ളേർ ഓഡിയൻസ് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. കൊച്ചു പിള്ളേർ ഓഡിയൻസ് ഒക്കെ ഉണ്ട്. ഓഡിയൻസ് ഉള്ളതിൽ മജോറിറ്റി അല്ല അവർ, മൈനോറിറ്റിയാണ് അവർ. ഞാൻ എൻ്റെ എല്ലാ യൂട്യൂബിൻ്റെ ഇതിലും അതിൻ്റെ സ്റ്റാറ്റസും എല്ലാം ഞാൻ ഇതിനു മുമ്പ് ഇതാക്കിയിട്ടുള്ളതാ. അന്നേരം ഞാൻ പറഞ്ഞ കാര്യം, ഇതിന് കൂടുതലും പിള്ളേരായതുകൊണ്ട് ഈ പിള്ളേര് ഇത് കേട്ട് ഇൻഫ്ലുവൻസർ ആയിട്ട് നേരെ വൈകുന്നേരം ആകുമ്പോൾ ഈ പറയണത് പോലെ ഇവന്മാരുടെ മൈൻഡ് തോട്ട് എന്ന് പറഞ്ഞാൽ നേരെ വന്ന് തള്ളക്കി വിളിക്കണം, തന്തയ്ക്ക് വിളിക്കണം, എൻ്റെ മെസ്സേജ് ഫേക്ക് അക്കൗണ്ടിൽ ഇടണം. ഇതാണ് ഇവന്മാരുടെ സ്ഥിരം പരിപാടി. ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് നേരെ വന്നിട്ട് BP എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. എന്ത് പറയാൻ പറ്റും? ഇത് കുറെ നാളായിട്ട് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ലൂപ്പായിട്ട് വന്നോണ്ടിരിക്കുക. മനസ്സിലായ? അപ്പൊ കേൾക്കുന്നതിനും പറയുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. നീയൊക്കെ ഇങ്ങനെ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇതിലെല്ലാത്തിലും ഞാൻ ഇത് കഴിഞ്ഞവട്ടം പറയണ കാര്യമാണ്. ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നടക്കുമ്പം ഈ കോൺട്രവേഴ്സി ലൈവ് ഇടുന്നവന്മാർക്കൊക്കെ ഈ പറയണ പോലെ നല്ല റവന്യൂ എനിക്കും കിട്ടും, അവനും കിട്ടും, അവരും കിട്ടും. മനസ്സിലായ? പക്ഷെ ഇതിനു വേണ്ടി സമയം പാഴാക്കുന്ന നിങ്ങൾക്ക് എന്ത് കിട്ടും? എടാ ഗെയിമിന്റെ കാര്യം അതൊക്കെ സിറ്റിക്കകത്ത് ഞങ്ങൾ അടിച്ചോ തല്ലിയോ തീർത്തോളാം. ഇതിന്റെ പുറകിൽ എടാ എനിക്ക് വെളുപ്പിന് 3 മണിക്ക് 2 മണിക്കൊക്കെയാണ് ഈ കൊച്ചു ഫുണ്ടകളുടെ മെസ്സേജ് വരുന്നേ. നിനക്കൊന്ന് സ്കൂളിൽ പോകണ്ടേടാ, നിനക്കൊന്ന് സ്കൂളിൽ പോകണ്ടേ, രാവിലെ എണ്ണീക്കണ്ടേ? നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. ഓക്കെ, കൂടുതൽ ഞാൻ പറയാം. ഇരുന്ന് കിളത്തിയാകെ ഇരുന്ന് മറ്റേ വലിയ ഇതാക്കാൻ പറഞ്ഞ. പിന്നെ ഒരു കാര്യം ഇവിടെ ഇനി ഗ്യാങ് ആയിട്ടില്ല. ഓക്കെ, ഗ്യാങ് ആയിട്ടില്ല, അതുകൂടെ പറയുവാണ്. ഗ്യാങ് ആയാലുള്ള കാര്യമാണ് പറഞ്ഞത്. ഗ്യാങ് ആയാൽ ഞങ്ങൾ തല്ലാൻ വെച്ചിരിക്കുന്ന, ഞങ്ങൾ ഹോസ്റ്റേജ് ആക്കാൻ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഒരുത്തിനെ വെച്ചിട്ടുണ്ട്. അല്ലേ സ്നേഹിപ്പേ? 6-7 മാസമായിട്ട് ഞങ്ങൾ ഹോസ്റ്റേജ് ആക്കാൻ ഒരുത്തിനെ വെച്ചിട്ടുണ്ട്, നോക്കി വെച്ചിരിക്കുകയാണ്. അവനെ ഗ്യാങ് ആവുന്നതിന്റെ അന്ന് TV-യിൽ 35 പേരുണ്ടെങ്കിൽ 35 പേരും കയറും, അടിക്കും, അവനെ കൊണ്ടുവരും, കക്കൂസ് കഴിപ്പിച്ച് തുടങ്ങിക്കോളൂ. അതായിരിക്കും നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ഇനാഗുറേഷൻ. അത് ഞാനായിരിക്കും ഒഫീഷ്യലി ചെയ്യാൻ പോണേ. ഉറപ്പാണ്, കോൺഫിഡൻസോടെ ഞാൻ പറയും, ഞാനായിരിക്കും അത് ചെയ്യാൻ പോണത്. ഞാൻ അത് ചെയ്യും, ഞാൻ അത് ചെയ്തിട്ടേ പോത്തുള്ളൂ. കയറുന്നതിന്റെ അന്ന് തന്നെ നമ്മൾ അത് കൊണ്ടുപോയി ചെയ്യിപ്പിച്ചിരിക്കും. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഗ്യാങ് ഇനാഗുറേഷൻ ചെയ്യാൻ പോണത്. മനസ്സിലായോ? അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അല്ലെങ്കിൽ നീയൊക്കെ ഇന്നലെ വന്ന ഒരുത്തിനെ പിടിച്ച് കോലീഡർ ആക്കേണ്ടി വരും. അതായത് ഗതികെട്ട് കോലീഡർ ആക്കിപ്പിക്കേണ്ടി വരും. അതിലും നാണക്കേടുണ്ടാവും ഒരു ഗ്യാങ്ങിന് നാണക്കേടുണ്ടാവും അതിലും വലിയ.
അതായത് ഈ കുറച്ച് പ്ലേയേഴ്സിനെ ഗ്യാങ്ങി കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്ടെന്ന് ഒരുത്തിനെ കളി നിർത്തിപ്പോയി ഒരുത്തിനെ തിരിച്ചുകൊണ്ട് കോഹ്ലിയുടെ ആലോചിക്കാൻ പോലും പോയല്ലോ ആ ഗ്യാങ്ങിന്റെ ലെഗസി. അതിലും വലിയ നാണക്കേടില്ലല്ലേ? അതിലും വലിയ നാണക്കേട് ഉണ്ടാവാൻ പോണില്ല. അപ്പം നമ്മളൊരു 6 മാസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും അവനെ ഓസ്ട്രേലിയ, കാരണം സിറ്റി കയറില്ല. അവൻ ഇനി മറ്റേ ടർഫിന്റെ വാർച്ചാറ്റി മാത്രം കൊണയിട്ടിട്ട് പോകും. അപ്പൊ അവനെ നമ്മൾ പൊക്കും. അവനെ നമ്മൾ സിറ്റിക്കകത്ത് ഈ പറയണ പോലെ, ഇത് വെളിയിലത്തെ കാര്യം പോലെ കേട്ടോ, സിറ്റിക്കകത്ത് നമ്മൾ ഇതാക്കും, ഹോസ്റ്റേജ് എടുക്കും. അങ്ങനെയായിരിക്കും നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ഇനാഗ്രേഷൻ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് കാണാം ഇതെവിടെ വരെ പോകുന്നു. ഇനി ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഇനി ഈ അമ്പി എന്ന് പറയണ ഒരുത്തിനെ ഞാൻ വിശ്വസിക്കുകയില്ല. ജീവിതത്തിൽ ഇനി കരഞ്ഞു പറഞ്ഞാലും കാല് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. ഒരു സംശയമില്ല ഇതില്. நீ நம்பணும்னு சொல்லிட்டு ஆல் தி பெஸ்ட் எல்லாம் அமிச்சிட்டா நானு. കോച്ച് ഞാൻ വരെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു, ഞാൻ എല്ലാം ഇതാക്കിയിട്ട് പോയതല്ലേ കോച്ച്. എന്നിട്ട് പർച്ചേസിങ് പർച്ചേസ് എവിടെ തൊട്ട് തുടങ്ങിയ പർച്ചേസാ? എന്റെ ഒരു അഭിപ്രായത്തിൽ 80 പേരെ പർച്ചേസ് ചെയ്ത്. ഈ 80 പേര് ഇല്ല ഇപ്പൊ. 80 പേര് പല 2 സൈഡായിട്ട് 2 ഗ്യാങ്ങായി. തള്ളക്കിവിളി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ ഈ അമ്പിക്കുട്ടന്മാരെ വിശ്വസിക്കുന്ന പരിപാടി ഞാൻ നിർത്തി ഗൈസ്. എനിക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഇതായിരുന്നു ടിവിയുടെ സൈഡ്. ടിവി ഇവിടെ ദുഃഖാചരണം ആചരിക്കുവാണെന്നൊക്കെ നിങ്ങൾക്കൊരു ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അസൻസിയോ പോയതുകൊണ്ട് ഇവിടെ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കറുത്തോടി കെട്ടി ഞാൻ മറ്റേ മിണ്ടാതിരിക്കുക കരഞ്ഞിരിക്കുവാണെന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു വരുന്നത് ഞാൻ കേട്ടായിരുന്നു. തെറ്റിദ്ധാരണയാണ്. ആൻഡ് ടിവിയില് ഒരു ഈ പറയണത് പോലത്തെ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയണത് പോലെ പ്ലേയേഴ്സിനെ കൊണ്ടുവരും. അത് ഞാൻ എൻ്റെ അടുത്ത ലൈവിലെ ഞാൻ അനൗൺസ് ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കഴിച്ചാൽ എനിക്ക് കംപ്ലീറ്റ്ലി ഒരു റീസെറ്റ് വേണം. എൻ്റെ ഹെൽത്ത് ഒക്കെ ഭയങ്കര വീക്കാണ്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഊരി അഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. അതുപോലെ ഡ്രീമർ എന്നെ നന്നാക്കാൻ പോവാണെന്നാണ് ഡ്രീമർ പറഞ്ഞത്, അല്ലേ ഡ്രീമറെ? ഞാൻ ഡ്രീമറാണ് എൻ്റെ ട്രെയിനർ. ഗൈസ് എനിക്കൊരു കുറച്ച് ദിവസം സമയം വേണം. സീരിയസ് ആയിട്ട് എനിക്കൊരു 2-3 ദിവസം സമയം വേണം. ഞാനപ്പോ എനിക്ക് വീട്ടിൽ പോയി ഇപ്പൊ എടുത്ത PC എടുത്ത് ഇവിടെ കൊണ്ടുവരണം. ഈ PC ഇതെല്ലാം എനിക്ക് വീട്ടിൽ കൊണ്ടുവെക്കണം. എനിക്ക് 2-3 ദിവസം സമയം വേണം. എനിക്ക് ഒട്ടും വയ്യ, ഞാൻ ഒട്ടും ഓക്കെ ആയിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങണടാ, ഞാൻ ഉറങ്ങാൻ പോകണടാ. എനിക്കിന്ന് നേരത്തെ അവിടെ ഉറങ്ങണം. എനിക്ക് ഞാൻ പാരസെറ്റമോളാണ് ഇരിക്കണ. ഞാൻ നന്നാവുന്നല്ലടാ, ഡ്രീമർ നശിച്ചെന്നാണ് പറയണത് ഇവിടെ ആൾക്കാർ ചാറ്റില്. ചേട്ടാ 2 പീപ്പിൾ സ്കിപ്പ് പോയിന്റ് മിസ്ഡ്. അയ്യോ ആരുടെയൊക്കെ എടാ കാണുന്നില്ലടാ ഇതിനകത്ത്. ആക്ടിവിറ്റി ഫീഡിൽ ഇല്ലടാ. എന്ത് ചെയ്യടാ അത് കാണിക്കാ. ഹൗ ഈസ് റാംബോ ബ്രോ? ഹെൽത്ത് ഓക്കെ അല്ല റാംബോ? ഇത് ഒത്തിരി വീക്ക് മുമ്പത്തെ തോന്നുന്നു. റാംബോ ബ്രോ ഹെൽത്ത് ഓക്കെ അല്ല, അതാണ്. ഹെൽത്ത് സെറ്റാക്കാനടാ മൊത്തത്തിൽ പോയിരിക്കുവാ ഞാനിപ്പോ എന്റെ ഹെൽത്ത് ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ നാളെ അടുത്തത് അത് വെച്ചിട്ടാണ് തന്തേലാഴി പറയാൻ പോണത്. മറ്റേ 5ാം ക്ലാസ്സിലെ ഫുണ്ടുകൾ 5ാം ക്ലാസ്സിലെ ഫുണ്ടുകൾ ക്യാൻസർ ആണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. മനസ്സിലായ? അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ട് ഞാൻ എന്താ പറയണില്ല. അതുകൊണ്ട് അത് എനിക്ക് കുറച്ച് ഇത് വേണ്ടുന്ന ഒരു കാര്യമാണ്. കുറച്ച് ഇത് കെവിൻ അപ്ഡേറ്റ് ഇത്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നിന്നെ ഏതോ പെങ്കൊച്ചിന്റെ കൂടെ ഇവിടെ കറങ്ങി നടക്കണം കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ വിളിച്ചായിരുന്നല്ലോ. ചിറ്റാൻ വേണ്ടി പെണ്ണിന്റെ കൂടെ കറങ്ങണ? എന്താ കേട്ടില്ല. കുഞ്ഞമ്മയുടെ മോളെന്ന് അപ്പച്ചീരെ മോളായാലും അതെ. നാളെ എന്റെ അപ്പച്ചിയുടെ മോക്കൊരു PSC എക്സാം ഉണ്ട്. ജസ്റ്റ് ഫ്രഷ് അപ്പ്. ഇവരെല്ലാം ഉണ്ടായിരുന്നു. ഫാമിലിയോടെ ലുലു മോളി വെച്ചത് ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു. ഇത് ഇത്ര നാൾ എറണാകുളത്തോട്ട് ഇവനെ ഞാൻ കണ്ടിട്ടില്ല. ഇവൻ എറണാകുളത്തൊരു ഫ്ലാറ്റ് ഉണ്ടടാ. അവിടെ കറണ്ട് ഇല്ലേ? ഞാൻ ഇനി ഇവിടെ ഉണ്ട്. തൃപ്പൂണിത്തുറയിലോട്ട് വീട് മാറി. പക്ഷെ ഞാൻ ഇവിടുന്ന് മാറും, അതല്ലേ? ഞാനും പോവാ ഇന്നലെ വെളുപ്പിന്. നിങ്ങൾ പോകും കഴിഞ്ഞാ
എടാ എന്റെ റൂം ഇനി എന്റെ ഈ വീട് എനിക്ക് ഇനി ഒരു 1.5 മാസം 2 മാസം ഞാൻ ഇവിടെ വയ്ക്കാം. ഇനി എന്റെ വില്ലിയാണത്. അല്ല നിങ്ങള് നീ തിരുവനന്തപുരത്ത് പോകാൻ നോളിപ്പിന് പോവാം. അവൻ പോയാണ് നീയോ ഇവൻ സൈറ്റിന്റെ വീട്ടിലോട്ട് പോവാം. അപ്പൊ അത് സ്ഥിരതാമസമായത് അത് ഒരു 2 മാസത്തേക്ക് ഞാൻ ഇവന്മാരോട് പറഞ്ഞാണേ മാമൻ ഇവന്മാർ എന്നോട് ഒന്ന് പറഞ്ഞു കേട്ടാ ഞാനിനി ഫുൾ ലൈവൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പോവാ നമ്മള് റൂം എടുക്കുവാണ് നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കാൻ പോവാണെന്ന് പറഞ്ഞു കേട്ടാ. അപ്പം ഞാൻ ഇവന്മാരുടെ അപ്പോഴേ പറഞ്ഞ് എടാ ഒരു വീടെടുത്ത് മാറുമ്പോ മറ്റേ കുക്ക് ചെയ്യല് ഫുഡ് ഉണ്ടാക്കല് ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ 4-5 പേരില്ലേ ഇത് കണ്ട ഇവരെ ഇത് കണ്ട ഹെൽത്തിക്കോ ഇവരെല്ലാരും ഇല്ല അണ്ണാ. എന്നിട്ട് ഇവരൊരു എഗ്രിമെന്റ് ആയിരുന്നു കേട്ടാ. ഇവരുടെ എഗ്രിമെന്റില് മാമൻ ഇവന് ആഷ് വസി വസി 4 പേരുള്ള എഗ്രിമെന്റ് ആയിരുന്നു. മാമൻ ഈ റൂം സൈൻ ചെയ്തതിന്റെ അന്ന് മാമൻ തട്ടടയിടാൻ മാമൻ തട്ടട തുടങ്ങി അറിഞ്ഞില്ല. എവിടെയാണോ മാമനല്ല ഫാമിലി ഫാമിലി അവന്റെ ഫാമിലി അത് തന്നെ അത് പറഞ്ഞ ധനോച്ചപുരം അതാണ് സ്ഥലം. ധനോച്ചപുരത്ത് തട്ടുകടയിട്ട്. അപ്പൊ മാമന്റെ തട്ടുകട ഉണ്ട് അവിടെ. അപ്പൊ തട്ടുകടയിലോട്ട് അവൻ തുടങ്ങിയപ്പോ തന്നെ തട്ടുകടയിൽ പോയി. ഇവര് രാത്രിയില് മറ്റേ കപ്പലണ്ടിയും വെള്ളമൊക്കെ കുടിച്ച് പപ്സ് ഒക്കെ തിന്ന് എടാ, ഞാൻ ഒന്നുമില്ലെങ്കിൽ നീ മറ്റേ ഇത് പഠിച്ചവനല്ല. നീ ഇങ്ങോട്ട് നീങ്ങിയിരിക്കും ഇവിടെ എല്ലാരും കാണട്ടെ. എടാ ഒന്നുമില്ലെങ്കിൽ നീ മറ്റേ ഇത് പഠിച്ചവനല്ല. അവിടെ ഇൻഡക്ഷൻ കുക്കറുണ്ട്. അത് 1000 ഇട്ട 5000 പോകും. ഞങ്ങളെ ഒരു ദിവസം ഒരു മീൻ മേടിച്ചേട്ടോ. ഞങ്ങളൊരു 1/2 കിലോ മീനൊക്കെ മേടിച്ച് ഫ്രൈ ചെയ്യാന്നൊക്കെ പ്ലാനിൽ ഇരുന്നിട്ട് എണ്ണ ചൂടായി മീനെ കൊണ്ട് എടുത്തത് ഫുൾ പൊട്ടിത്തെറി. അവിടെ മൊത്തം കരിഞ്ഞു പോയി. ഇൻഡക്ഷൻ കുക്കറിൽ കുക്ക് ചെയ്യാൻ പറ്റില്ല അണ്ണാ. ഇൻഡക്ഷൻ കുക്കറിൽ കുക്ക് ചെയ്യാൻ പറ്റില്ലെന്നോ? എടാ ഇവൻ എന്തോ പഠിച്ചതെന്നറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഷെഫാണ് അവൻ ഷെഫ്. എടാ നീ ഇന്ന് വരെ ഒരു നിനക്ക് മുട്ട ഒഴിക്കാനും മാഗി ഉണ്ടാക്കാനും അല്ലാതെ നിനക്ക് അറിഞ്ഞൂടാ. മീനൊക്കെ ചിക്കൻ മീൻ എല്ലാം പുറത്തെ ഡിഷസ് ഇന്ത്യൻ പറ്റില്ല. ആൽഫ്രഡോ എന്തായിരുന്നു? ആൽഫ്രഡോ പാസ്ത ആൽഫ്രഡോ പാസ്ത ഇന്ത്യൻ പറ്റില്ല. ഇന്ത്യൻ ഇഷ്ടമല്ല. ഞാൻ ഒരു കാര്യം പറയാം. താഴെ ഒരു വിശാലമായ കിച്ചൺ ഉണ്ട്. ആര് പറഞ്ഞു? ഒന്ന് പോയി എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ഇത് ആരെന്താ പറഞ്ഞേ? കുറെ നാളായിട്ട് ബ്രോയുടെ ലൈവ് ആൾക്കാർ ജസ്റ്റ് ഫോർ റിലാക്സേഷൻ ആണ്. റാംബോ ബ്രോ എല്ലാം സെറ്റാക്കാം. ഞാൻ ഈ ഗ്യാപ്പ് എടുക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ്. ഞാൻ ഈ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് എടുത്തതിന് തിരിച്ചു വന്നതിന് ശേഷം എവറിത്തിങ് ഗോണ റീസെറ്റ്. എനിക്ക് 1.5 മണിക്കൂറുള്ളതാണ് വീട്ടിലോട്ട്. ദിവസവും ഞാൻ വരും. എനിക്ക് 5 മിനിറ്റ് വരണ്ട. എങ്ങനെയാണ് ഇത് കളിക്കുന്ന ഇല്ലളിയാ? എനിക്ക് വയ്യടാ എനിക്ക് സത്യമായിട്ടും വയ്യളിയാ. ഞാൻ മരുന്ന് ഇതായിട്ടിരിക്കുക. ഓക്കെ അല്ലേ? ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലടാ? അതെന്തായാലും വേണോ? ഒന്നും വേണ്ട. നിങ്ങളുടെ സൈഡിൽ വണ്ടറിലെ പോയിട്ട് നിനക്കൊന്നും പറ്റിയില്ല. എനിക്ക് രാവിലെ ചുമയും ചുടുകട്ട പോലെ പനിയുണ്ടായിരുന്നു. അയ്യോ ഞാൻ പറഞ്ഞു എന്റെ ശരീരത്തിന് സീനാണ്. എന്റെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി 6.2 ഒക്കെ ഉണ്ട്. ഇമ്മ്യൂണിറ്റി ഭയങ്കര വടിയിൽ അടുത്തോട്ട് ഇങ്ങനെ വരില്ല. പനിയൊന്നും ചിലതൊന്നും പേടി പനിക്ക് പേടിയാന്ന് എടാ എങ്ങനെ സുന്ദരി പണിത് കറുപ്പടിച്ച് ഇപ്പൊ കറുത്ത സുന്ദരൻ അടിപൊളിയായി. അണ്ണന്ന് പറഞ്ഞോട്ടോ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. ടെർബോ ഒക്കെ ഉണ്ട്. ലൂസ് കണക്ഷൻ ആണ്, പക്ഷെ ശബ്ദം കേൾക്കും. സുന്ദരി കമ്പാക്ക്. അപ്പൊ ബോബൊക്കെ എറണാകുളം വിടുവാണ്. റിക്രൂട്ട്മെന്റ് ഹിന്റ് ആയിട്ടൊന്നും ഇല്ലടാ. നമ്മള് അണ്ണനെ വിടുവല്ലേ? ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ടാവും.
ഞാൻ ഇടയ്ക്ക് അപ്പൊ ഇനി വന്നാലും ഇവിടെ പുനീതന്റെ കൂടെ കാണും ഞാൻ. അതെ അതെ. ഈ മാസം വാടക കൊടുക്കാൻ പറയണേ അവന്മാരോട്. നീ അങ്ങോട്ട് നിങ്ങളുടെ വീടിന് വാടക കൊടുക്കണമെന്ന് ടൂബോർക്ക് വന്നിട്ട്. അല്ല അത് കൊടുക്കാം sort ചെയ്തിട്ട് എല്ലാം വാടക എല്ലാം sort ചെയ്ത് കറണ്ട് ബില്ല്, രാത്രി ഒരു കണക്ക് കൊണ്ടുപോകുന്നത്. ബാക്കിത്തെ ലൈറ്റ് ആയി കാരണം ഒട്ടിച്ചു ഇവന്മാരെ കയ്യിന്നേ കണ്ണാപ്പിയും ചേച്ചി അണ്ണനോട് ഇന്നൊരു 3 മണിക്കൂർ എടുത്തിട്ടാണ് ഒട്ടിച്ചത്. ഇത്തിരി ടൈം എടുത്ത് നമ്മളത് ഒട്ടിക്കാൻ ഓർമ്മയുണ്ടോ? ആ ഇവനുണ്ട് കണ്ണാപ്പില്ല, ഞാനും ചേച്ചി ഇവനും അണ്ണനും കൂടി ഇന്നിട്ട് നമ്മളെല്ലാം കൂടി ഒട്ടിച്ചത്. ഗൈസ് ഇവന്മാർ അടിക്കാമെന്നല്ല, ഇവന്മാര് പോവാ. ഗൈസ് ഇവന്മാര് രാവിലെ വെളുപ്പിന് പോവാ. ഞങ്ങള് പോകുന്ന കാര്യം പറയാൻ വന്ന അണ്ണന്റെ അടുത്ത്. ട്രിവാൻഡ്രത്ത് പോവാ. ഇവർ ഇത്ര നാൾ എവിടെ, അതായത് ടുബോർഗിന്റെ ഗേൾഫ്രണ്ടിന്റെ വീട്ടിലാണ് ഇവര് വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്നത്. മനസ്സിലായോ? മേളത്തെ നിലയിൽ. അപ്പൊ ഇവര് പോവാ, ഇവര് ഒന്ന് വെക്കേറ്റ് ആയി പോവാ, തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോവാ. അപ്പൊ നീയും പോകണം. ഞാൻ തൃപ്പൂണിത്തറ കോഴ്സ് പഠിക്കാനായിട്ട് അല്ല നീ ഇപ്പൊ ട്രിവാൻഡ്രം പോകണം. തിരിച്ച് കൊല്ലത്ത് പോയിട്ട് ഇവിടെ PC ആയിട്ട് വരും. ലൈവൊക്കെ ആക്റ്റീവ് സ്നൈപ്പ് AFK എന്ന് അടിച്ച് റിക്രൂട്ട്മെന്റ് ഹിന്റ് എല്ലാം ഞാൻ വരുമ്പോ തരാടാ. എല്ലാരും ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യും. അതൊന്നും പറയില്ല ബ്രോ. കൂടി പനി കൊണ്ട് വന്നതല്ല. നീ വിദുരനാഥ് ഇവർക്ക് അറിയത്തില്ലല്ലോ. സെപ്പറേറ്റ് ഫാൻസ് ഉണ്ട്. അതെ. ഇതിനൊക്കെ ഇത്തിരി പ്രശ്നമാണ്. ഒരു ലൈവില് അണ്ണന്റെ ലൈവില് ഞാൻ കുക്ക് ചെയ്യും കേട്ടോ. അയ്യാറിന്റെ പോലെ വാശി എന്റെ വാശി. എടാ വാശി എന്ന് പറഞ്ഞാൽ ഇപ്പൊ താഴെ പോയി AR-ലിടും. ഇപ്പൊ പോയി ചിക്കൻ മേടിച്ചോണ്ട് വന്നു. ചിക്കനൊക്കെ മേടിച്ച് ഇപ്പൊ ഉണ്ടാക്കാണ്. ഇപ്പൊ പോയി മേടിച്ചോണ്ട് വന്ന് ഞാൻ താഴെ മുതൽ AR-ലിടും. ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. വേണ്ട ചിക്കൻ ചിക്കൻ ഇതിലേക്ക് എന്താ ഉണ്ടാക്കുക? എയർ ഫ്രൈ. നൈസ് കുക്കിംഗ് ബ്രോ. എയർ ഫ്രൈ ആർക്കാണ് അറിയാത്തെ? എടാ നീ ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ഷെഫ് അല്ലേ? മറ്റേ പുള്ളിയെ പോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്. തേങ്ങാപ്പാൽ മാത്രമേ പുള്ളി ഒഴിക്കൂ. 1-ാം പാൽ 2-ാം പാൽ 5-ാം പാൽ മാത്രമല്ല ടിവിയിൽ ഒരു ഷെഫും കൂടി ഉണ്ട്. മന്ദാരം ഷെഫാ. ഞാൻ ഇതുപോലെയല്ല, ഞാൻ ഇച്ചിരി ഫുഡൊക്കെ ഉണ്ടാക്കും. എന്താടാ ബോബ് നിർവ്വാണം നിർവ്വാണം ഉണ്ടാക്കാന്നും പറയരുതേ. നിർവ്വാണമൊന്നും കണ്ടാ പറയണ ഫ്ലെക്സ് ഒക്കെ വെക്കുന്നുണ്ട്. എടാ എന്നാ നിന്റെ ഇനാഗ്രേഷൻ? നമ്മൾ 40 വില തലയൊട്ടിച്ച് വെച്ച് റൂമിന്റെ കണ്ണാപ്പിയുടെ റൂമിന്റെ പണിയൊക്കെ കഴിഞ്ഞു ഗൈസ്. അങ്ങ് മാറിയേട്ടാ. അങ്ങ് മാറിപ്പോയി. ഫോട്ടോ ഉണ്ട്. ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ അങ്ങ് റിവീൽ ചെയ്യാം. പുതിയ ബാക്ക്ഗ്രൗണ്ട് ആണ് ലൈവ് ഇട്ട. അത്ര ഗതികേട് എനിക്ക് തോന്നുന്നു. അത് വേണ്ട അതൊരു പ്രൊമോഷൻ. ഞാൻ റിവീൽ ചെയ്യാൻ പോണേ. സാധനമുണ്ട് കൈ തന്നെ ഉണ്ട്. ഞാൻ റിവീൽ ചെയ്യാൻ പോണേ. ഞാൻ റിവീൽ ചെയ്യാം. കണ്ണാപ്പി വേറെ ആരല്ല. ഞാൻ റിവീൽ ചെയ്യാം. എന്നെ വിളിക്കരുത്. ഞാൻ റിവീൽ ചെയ്യാൻ പോണേ. നോക്ക് എങ്ങനെയുണ്ട്? ഞാൻ റിവീൽ ചെയ്യാൻ പോണേ. കണ്ണാപ്പി റിവീൽ ചെയ്യണേ. സോറിടാ കണ്ണാപ്പി. സോറി വന്നത് ആക്ച്വലി. സോറി പേടിക്കല്ലേ?
കണ്ണാപ്പിയുടെ ഗെയിമിംഗ് റൂം അതെ കാശിറക്കി കാശ് കാണിച്ചല്ലോ കാണിച്ചു റിവീൽ ചെയ്ത് സോറിടാ സോ സോറി സോ സോറി ഇപ്പൊ എന്ത് പറഞ്ഞാലും എടാ അതിലൊരു ചെറിയ സിമ്പൽ ഉണ്ടായിരുന്നു അവര് കണ്ടുപിടിച്ചത് അത് ഓ ജെമിനി ഉണ്ട് വേണം കാണാൻ എല്ലാത്തും ഉണ്ടോ എന്റെ ട്രിഗർ ചെയ്ത് അത് കാണിച്ചു വെച്ചു ഞാൻ ഒറിജിനൽ കാണിക്കാം എന്ത് ചെയ്യണം എന്റെ ചാറ്റ് എന്ത് കൊടു ഇപ്പൊ വാ അടയും ഇപ്പൊ എല്ലാത്തിനെയും വാ അടയും എല്ലാത്തിനെയും നിങ്ങളെയൊക്കെ സെറ്റപ്പാണെന്നാണ് വിചാരിച്ചത് ലോക്കൽ സെറ്റപ്പ് ഇത് കണ്ടെത്തി പൊട്ടു പൈസ പൊട്ടിയത് കണ്ട സാധനം കണ്ട കാശിറക്കി കണ്ട കാണിച്ചു പോടാ ഇതാണ് കള്ള എടാ ഇത് സത്യമായിട്ട് ഇതാണ് വേണമെങ്കിൽ കണ്ടുപിടി ഇത് ഏതോ ഇവിടെ തൂങ്ങിട്ട് അവന്റെ വീടിന്റെ ആധാരം എടാ പനിയില്ല കുടിക്കണോ തണുപ്പില്ലാത്ത ഒരു ചായ എങ്കിലും ഒരാൾക്കുള്ളതാ അങ്ങനെയല്ല എല്ലാവർക്കും ഇടുവാന്ന് എല്ലാവർക്കും ഇടറേ നോക്കിട്ട് പറയാം പറയണ അവനാ വാള് വെച്ചത് അവിടെ എടാ കണ്ണാപ്പി നീ കുറ്റസമ്മതം നടത്തിയ കണ്ണാപ്പി നീയാണ് വാള് എന്റെ അമ്മ സത്യം ഞാൻ വാട് വെച്ചില്ല ഞാനല്ല ആള് കോച്ച് എന്നാ തമിഴ്നാട് സിംഗത്തെ പോലെ നിന്നിട്ട് കോച്ചാണ് ഉടച്ചിരുവ മണ്ടേ 24 മണിക്കൂർ അല്ല നമ്മുടെ കൂട്ടത്തിൽ എല്ലാരും രാവിലെ ഒരുമിച്ചാ കിടന്നത് നീ മാത്രമേ നേരത്തെ നേരത്തെ കിടന്നുറങ്ങി കണ്ണെ നേരത്തെ ഉറങ്ങി തിരിച്ചു വാ ശരീരത്തിൽ മദ്യപോലും ഇല്ല കോച്ചിൽ എടാ അവള് വിളിച്ചിട്ടേ അവള് വിളിച്ചിട്ട് കിച്ചണിൽ കയറിയാ മുട്ടുകാലം അല്ലേ പിടിക്കാന്ന് പറഞ്ഞു എനിക്ക് വോയിസ് ഇല്ല കാരണം ഞാൻ 2 വട്ടം ഇവർക്ക് വേണ്ടി സംസാരിച്ചാണ് കിച്ചണിൽ കയറി സത്യം പറയട്ടെ ഇങ്ങളെ അത് നീയല്ലടാ നിന്റെ അച്ഛനെ ഞാൻ ചായക്ക് എപ്പോ റെഡിയാകും ഹെൽത്ത് ചായ കുടിച്ച് ഇപ്പൊ റെഡിയാകുന്നു ഹെൽത്ത് കളയണമെന്ന് റാംബോ ബ്രോ താങ്ക് യു സോ മച്ച് 1000 പോയിന്റ്. എടാ ഞാനും രായനും കെട്ടിപ്പിടിച്ചു നേരെ ഈ പാവ ഞാനും രായനോടായിരുന്നു ഇവിടെ കിടന്നുറങ്ങിയത്. അത് എന്നും നിഗൂഢമായ ഒരു കേസായിട്ട് കിടക്കുക ഇപ്പോഴും അത്. കാരണം എനിക്കിനി ഇവർക്ക് വേണ്ടി എന്റെ ഉണ്ടാക്കാൻ പറ്റത്തില്ല കൈസ്. അടി മനുഷ്യ പായ കെട്ടിപ്പിടിച്ച് താഴെ കിടക്കുന്നത് ഒരിക്കലും എനിക്ക് താഴെ ഇറങ്ങാനുള്ള ബോധം ഉണ്ടെങ്കിലല്ലേ ചേർത്തട്ടാ അവിടെ പോയി വെക്കും. ശരത്തേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ ഇവന്മാർക്ക് വേണ്ടി അവളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി പറ്റൂല. ഇനി അവള് പറയുന്ന കേക്കുക, ചായ ഇടാതിരിക്കുക, കിച്ചണിൽ കയറാതിരിക്കുക. ഇല്ല എടാ അവൻ ചായ ഇടുവാണോ? അങ്ങനെയാണെങ്കിൽ ചായ കുടിച്ചിട്ട് ലൈവ് നിർത്താട്ടോ. ചായ കുടിക്കണത് അവന്റെ ചായ തരട്ടെ. ചായ അല്ല അതോടെ ലൈവ് എന്തായാലും അതോടെ തീരും. ചേച്ചി പറയുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. അതാ ഒരു ഇച്ചിരി പോകുന്ന ചെറുക്കന് ഗിഫ്റ്റ് നിന്റെ അത്രയോ നിന്നേക്കാളും വലുതായത്. ഇത് കണ്ടാ നോക്ക് ലൈവ് പോയി. ലൈവ് പോയാ സ്നൈപ്പിന് എത്ര ഉണ്ട് ഇല്ല കുറച്ചുകൂടെ അടുത്ത് തന്നെ.
2 സ്നേപ്പാണ് പാവട്ടെ, 2 സ്നേപ്പ്. ഇത്രയും പെട്ടെന്ന് ചായ ഉണ്ടാ കിൻഡി സൈസ് ചായ ജസ്റ്റ് ഓക്കെ ചായ പച്ചവെള്ളം ചായ